നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം അറിയാതെയും അറിഞ്ഞും ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ പ്രകൃതിയിലേക്ക് നോക്കിയാൽ ഒരുപാട് പ്രതിഭാസങ്ങൾ നമുക്ക് കാണാം. ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും ഓരോ പ്രതിഭാസം നടക്കുമ്പോഴും അതിന് ഒരു കാരണവും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കാരണങ്ങളും ഉണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സീറോ മലബാർ സഭയിലെ കഴിഞ്ഞ കുറച്ച് നാളുകളായുള്ള ഒരു പ്രതിസന്ധി ഉടലെടുത്തിട്ടുണ്ട്. ഈ പ്രതിസന്ധിയുടെ കാരണങ്ങളിലേക്ക് ഒരു എത്തിനോട്ടമാണ് ഞങ്ങളിവിടെ ഉദ്ദേശിക്കുന്നത്, ഒരു ചർച്ച. നമുക്കറിയാം, സാധാരണ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ കാണുന്നത് ഇതൊരു കുർബാന വിഷയമായിട്ടാണ്. സത്യത്തിൽ ഇതൊരു കുർബാന വിഷയമാണോ? ഞാൻ ഇടപെട്ടിട്ടുള്ള പല ആളുകളോടും സംസാരിക്കുമ്പോൾ അവരെല്ലാം സംസാരിക്കുന്ന ഒരു വാക്ക് കുർബാന വിഷയം. ഇത് കുർബാന വിഷയം മാത്രമാണോ? അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് പുറകോട്ട് പോകണം. കഴിഞ്ഞ ഒരു 5-8 വർഷം കൊണ്ട് നമ്മുടെ സീറോ മലബാർ സഭയിൽ നടന്ന ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് എറണാകുളം അതിരൂപത കേന്ദ്രമാക്കി നടന്ന അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പും അന്നത്തെ ആർച്ച് ബിഷപ്പുമായിരുന്ന ആലഞ്ചേരി പിതാവിൻ്റെ നേതൃത്വത്തിൽ നടന്ന ലാൻഡ് സെയില് അല്ലെങ്കിൽ ഭൂമി വിൽപ്പന, ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാം. ഇത് തുടങ്ങിയ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് കുറേ ചോദ്യങ്ങൾ പ്രസ്ബിറ്റീരിയൽ കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഒരു വൈദിക സമിതി, ഏകദേശം 60 വൈദികരുള്ള ഒരു സമിതി. ആ സമിതിയുടെ നിരന്തരമായ റുട്ടീനായിട്ടുള്ള മീറ്റിങ്ങുകളിലെല്ലാം ചോദ്യങ്ങൾ വന്നു, എന്താണ് സംഭവിച്ചത് പിതാവേ? പക്ഷേ അങ്ങനെ ഒരു ഉത്തരവും അവർക്ക് കിട്ടിയില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സംഗതി സഭയുടെ 4 ചുവരുകൾ, 4 ബൗണ്ടറികൾക്കുള്ളിൽ സെറ്റിൽ ചെയ്യാമായിരുന്ന സംഗതി പുറം ലോകത്തേക്ക് വരുന്നത്. പുറം ലോകത്തേക്ക് വരാൻ കാരണം 2017 ഡിസംബർ മാസം 17-ാം തീയതി ചങ്ങനാശ്ശേരി ആർച്ച് ഡയസിസിലെ ഒരു അച്ഛൻ ഓൺലൈൻ മീഡിയയിൽ എഴുതിയ ഒരു കാര്യമാണ് ഇത് പുറം ലോകം അറിയാനിടയായത്. ഈ ലാൻഡ് സ്കാം എന്തായിരുന്നു എഴുതിയത്? എറണാകുളത്തെ അച്ഛന്മാർ ഇവിടുത്തെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ അപകടത്തിലാക്കുന്നു, അദ്ദേഹത്തെ അപകടപ്പെടുത്താൻ നോക്കുന്നു എന്ന് ഒരു പ്രചരണം. ഇങ്ങനെ വന്നപ്പോൾ തീർച്ചയായും റിസീവിംഗ് എൻഡിലായിരുന്ന ഈ എറണാകുളം അതിരൂപതയിലെ വൈദികര് വളരെ കാര്യമായിട്ട് സത്യം പുറത്ത് പറയാനായിട്ട് നിർബന്ധിതരായി. അങ്ങനെ നിർബന്ധിതരാവുന്നത് 2017 ഡിസംബർ മാസമാണ്. ഇത് കഴിഞ്ഞ് 2018 ബെന്നി മാരാമ്പറമ്പൽ കമ്മീഷൻ റിപ്പോർട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഷെഡ്യൂൾ ചെയ്തിരുന്ന ഒരു പ്രസ്ബിറ്റീരിയൽ കൗൺസിൽ ലാസ്റ്റ് മിനിറ്റ് ക്യാൻസൽ ചെയ്യപ്പെടുന്നു. അതിന് കാരണമായി പറയുന്നത് എന്നെ കുറച്ച് പേര് തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പ് എഴുതിയ ഒരു ലെറ്റർ. ആരാണ് തടഞ്ഞു വെച്ചത്? അദ്ദേഹത്തിന്റെ കൂടെ തന്നെയുള്ള ആളുകൾ. പേര് ഞാനിവിടെ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം ആരൊക്കെയാണെന്ന്. അവര് അങ്ങനെ ഒരു നാടകം കളിച്ച് ഇത് എറണാകുളത്തെ അതിരൂപതയിലെ വൈദികരെ ചീറ്റ് അല്ലെങ്കിൽ വിശ്വാസികളെയും ചീറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു സംഭവം ഒന്നല്ല പല സംഭവങ്ങളുണ്ടായി. ഇതാണ് പുറം ലോകം അറിയാൻ ഇടവരുന്നത്. പലപ്പോഴും ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം, എന്തിനാണ് നിങ്ങളിത് പുറം ലോകത്തോട് പറയുന്നത്? ഇതാണ് എന്നോട് ചോദിക്കുന്ന ചോദ്യം. അതിനുള്ള ഉത്തരവാണ് ഞാനിവിടെ പറഞ്ഞത്. ഇത് കഴിഞ്ഞ് KPMG റിപ്പോർട്ട്, KPMG എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ MNC ആണ്, പ്രൊഫഷണൽ കമ്പനിയാണ്, MNC മൾട്ടിനാഷണൽ കമ്പനി. അവരെ ഏൽപ്പിച്ചു ഇത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ. അതിൻ്റെ വ്യക്തമായ റിപ്പോർട്ടുമായി പുറത്തേക്ക് വന്നു. അത് പബ്ലിഷ്ഡാണ്, അത് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. അതിനെപ്പറ്റി നമുക്ക് ജോർജ് തോമസ് അതിനെപ്പറ്റി വിശദീകരിക്കുന്നതായിരിക്കും. എന്താണ് KPMG റിപ്പോർട്ടിൽ പറയുന്നത്, അല്ലെങ്കിൽ ലാൻഡ് സ്കാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ ലാൻഡ് സ്കാം ഒരു സ്കാം ആയിട്ട് പറയുന്നതെന്ന് അദ്ദേഹം നിങ്ങളോട് ഇപ്പോൾ പറയുന്നതായിരിക്കും. KPMG റിപ്പോർട്ട് നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ആ നെറ്റിൽ അവൈലബിൾ ആയ സാധനത്തെ പറ്റി കൂടുതൽ പറയുന്നതിനും എളുപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, ഇപ്പോൾ ഞാൻ വിദേശത്താണെന്ന് വിചാരിക്കുക, എൻ്റെ ഭാര്യയെ എൻ്റെ സ്വത്തുക്കൾ സ്വാഭാവികമായി ഇവിടെ ഏൽപ്പിക്കും. അപ്പോൾ അങ്ങനെ ഏൽപ്പിക്കുമ്പോൾ ആ സ്വത്ത് കൈകാര്യം ചെയ്യാൻ നമ്മളൊരു പവർ ഓഫ് അറ്റോർണി എഴുതി കൊടുക്കും ഭാര്യയുടെ പേരിൽ. ഇപ്പോൾ എൻ്റെ സ്വത്ത് 27 കോടിക്ക് വിൽക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ 27 കോടിക്ക് താഴെ ഒരു വിലക്ക് എൻ്റെ ഭാര്യ വിറ്റാൽ എന്നെ അത് ചീറ്റ് ചെയ്തത് തന്നെയല്ലേ? 27 കോടിക്ക് വിൽക്കണമെന്ന് ഞാൻ ഭാര്യയെ ഏൽപ്പിച്ച സ്വത്ത് 13.5 കോടിക്ക് ആധാരത്തിൽ കാണിച്ച് വിറ്റിട്ട് 9.5 കോടി മാത്രമാണ് അക്കൗണ്ടിൽ വന്നത്. ബാക്കി പണം എവിടെ എന്ന് സ്വാഭാവികമായി ഞാൻ ചോദിക്കില്ലേ എൻ്റെ ഭാര്യയോട്? എവിടെ ആ സ്വത്ത്, എവിടെ പോയി എന്ന് ചോദിക്കില്ലേ? സ്വാഭാവികമായി ചോദിക്കും. അപ്പോ എൻ്റെ ഭാര്യയുടെ വീട്ടുകാർ വന്നിട്ട് പറയാണ്,
ഈ സ്വത്ത് നിങ്ങൾ ചോദിക്കണ്ട, അത് എവിടെ പോയെന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞാൽ അത് ന്യായമാകുമോ? അത് ന്യായമാകുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അറിയണ്ടേ, ഞാൻ ഏൽപ്പിച്ചത് ബാങ്കില് ലോൺ അടയ്ക്കാൻ വേണ്ടി 27 കോടിക്ക് വിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ച പണം വിറ്റപ്പോ 9.5 കോടിയെ ബാങ്കിൽ വന്നിട്ടുള്ളൂ. അതിനുശേഷം അന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത് എന്റെ ഭാര്യ സ്വന്തം പേരില് ദേവികുളത്തും കോതമംഗലത്തും സ്ഥലം വാങ്ങിച്ചിരിക്കുന്നു. ഞാൻ അറിയാതെ എന്റെ സ്വത്ത് വിറ്റിട്ട് എന്റെ ഭാര്യ ദേവികുളത്തും കോതമംഗലത്തും സ്ഥലം വാങ്ങി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തു തോന്നും? ഞാനത് എന്റെ ഇൻലോസിനോട് സംസാരിക്കും. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ലാൻഡ് ഡീൽ ഉണ്ടായപ്പോ എന്താണ് ചെയ്തത്? നമ്മൾ സിനഡില് ഈ കാര്യം റൈസ് ചെയ്തു. സിനഡാണ് അതിന് ഉത്തരം പറയേണ്ടത്. അപ്പൊ സിനഡ് പറയുവാണ് അതെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എറണാകുളത്തെ ആളുകൾ അത് ഉൾക്കൊള്ളുക? അതാണ് ചോദ്യം. നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കുമ്പോൾ എന്റെ ഭാര്യ അങ്ങനെ ചെയ്യുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. എന്റെ ഭാര്യയേക്കാൾ ധാർമ്മികത വേണ്ടേ ഒരു മെത്രാന്, അതും ഒരു ആർച്ച് ബിഷപ്പിന്, അതും ഒരു മേജർ ആർച്ച് ബിഷപ്പിന് എന്റെ ഭാര്യയേക്കാൾ ധാർമ്മികത വേണ്ടേ? അതില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അത് സിനഡ് തീരുമാനിക്കേണ്ടതല്ലേ? സിനഡ് എന്തുകൊണ്ട് അത് തീരുമാനിച്ചില്ല? അതാണ് ചോദ്യം. അവിടെ നമ്മൾ പറയില്ലേ, ഹെഡ് ലോഡ് വർക്കേഴ്സ് യൂണിയൻ കൂടി കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ ഒരാൾ തെറ്റ് ചെയ്താൽ അവരെ ഉടനെ പ്രൊട്ടക്ട് ചെയ്യും, സ്വാഭാവികമായി പ്രൊട്ടക്ട് ചെയ്യും. അതുപോലെ ആകാൻ പറ്റുമോ സിനഡിലെ മെത്രാന്മാർക്ക്? ഒരു കാരണവശാലും അങ്ങനെ ആവരുത്. കാരണം ഇത് ധാർമ്മികതയുടെ ഇഷ്യൂ ആണ്, ക്രൈസ്തവ ധാർമ്മികതയുടെ ഇഷ്യൂ തന്നെയാണ്. നമുക്കറിയാം മോഷ്ടിക്കരുതെന്നൊരു പ്രമാണമുണ്ട്, അത് ദൈവകൽപ്പനയാണ്. അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുതെന്നൊരു കൽപ്പനയുണ്ട്. ഇത് രണ്ടെണ്ണം വയലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ട് സിനഡ് ആക്ഷൻ എടുത്തില്ല? അതിന് ഉത്തരം പറയേണ്ടത് സിനഡ് തന്നെയാണ്. അവിടെ ന്യായീകരിച്ചിട്ട് കാര്യങ്ങളൊന്നുമില്ല. ഒരു ന്യായീകരണം കൊണ്ടും ഇതിനെ എന്താ പറയാ പുതപ്പിട്ട് മൂടാൻ കഴിയില്ല. പുതപ്പിട്ട് മൂടാം എന്ന് സംസാരിക്കുന്ന ഒരു അച്ഛനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് വന്നപ്പോ പുതപ്പിട്ട് മൂടണം, എല്ലാം പുതപ്പിട്ട് മൂടണം എന്ന് പറയുന്ന ഒരു അച്ഛനെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അച്ഛന്റെ പേര് ഞാൻ പറയുന്നില്ല. പിതാവിന്റെ നഗ്നത പിതാവിന്റെ നഗ്നത പുതപ്പിട്ട് മൂടണം എന്ന് പറയുന്ന ഒരു അച്ഛനെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ കാർപ്പറ്റിന്റെ അടിയിലേക്ക് ഇതുപോലത്തെ കളവും ചതിയും വഞ്ചനയും എല്ലാം മൂടി വെച്ചാൽ സഭ തന്നെ ഒരു കള്ളന്മാരുടെ സഭയാണ്. യേശുക്രിസ്തു പറഞ്ഞില്ലേ, ഇത് കള്ളന്മാരുടെ ഗുഹയാണ്. അങ്ങനെ കള്ളന്മാരുടെ ഗുഹയാകരുത് സിനഡ്. അവിടെയാണ് നമ്മള് പ്രതികരിക്കുന്നത്, എറണാകുളം പ്രതികരിക്കുന്നത്. നമ്മുടെ ക്രൈസ്തവ ധാർമ്മികത തിരിച്ചു പിടിക്കാനാണ് പ്രതികരിച്ചത്. അതിനെ എതിർക്കാൻ ഇവര് കൊണ്ടുവന്നത് എന്താണ്? അതിലേക്ക് നമ്മൾ വരുന്നത് അടുത്തത്, അതായത് ഇപ്പൊ ഈ പറഞ്ഞ ജോർജ് പറഞ്ഞ ഒരു സംഭവമുണ്ട്, സിനഡ് ഇത് എന്തുകൊണ്ട് അഡ്രസ് ചെയ്തില്ല? അതാണ് നമ്മളുടെ എല്ലാവരുടെയും മുമ്പിലുള്ള ചോദ്യം. അത് പറയുമ്പോൾ ഒരു കാര്യം എൻ്റെ ഓർമ്മയിൽ വരുവാണ്. സിനഡ് ഇത് 2019 എനിക്ക് തോന്നുന്നു, നമ്മുടെ പാൻഡമിക്കിന് മുൻപ് സിനഡിൽ ഏതോ ഒരു ബിഷപ്പ്, പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള ഏതോ ഒരു ബിഷപ്പ് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ബിഷപ്പ് ഇത് പോയിന്റ് ഔട്ട് ചെയ്തു, ഇങ്ങനെ എറണാകുളത്തെ സംഭവം. അപ്പോൾ ഉടനെ അദ്ദേഹത്തിന് കിട്ടിയ ഒരു മറുപടി, സിനഡിൽ നിന്ന് കിട്ടിയ മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഒരു ആർച്ച് ഡയസിസിൻ്റെ പ്രശ്നമാണ്, അത് സിനഡിൽ ഡിസ്കസ് ചെയ്യണ്ട. എന്ത് ലോജിക്കാണ് പറഞ്ഞതിൽ എനിക്ക് മനസ്സിലായില്ല. ഇത് പറയുമ്പോൾ നമ്മൾ 2-3 കാര്യങ്ങൾ മനസ്സിലാക്കണം. മേജർ ആക്കി എപ്പിസ്കോപ്പൽ ചേർച്ച് എന്ന് പറഞ്ഞ 1992 സെയിൻറ്റ് ജോൺ പോൾ II, അന്നത്തെ പോപ്പ് എഴുതിയ ഡിക്രിയിൽ, സൈൻ ചെയ്തിട്ടുള്ള ഡിക്രിയിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, മേജർ ആക്കി എപ്പിസ്കോപ്പൽ ആർച്ച് ഡയസിസ്. ശരിക്കും പറഞ്ഞാൽ ആർച്ച് ഡയസിസിൻ്റെ ഇവിടുത്തെ ആർച്ച് ബിഷപ്പ് ആരാണോ അദ്ദേഹമാണ് മേജർ ആർച്ച് ബിഷപ്പ് ആവേണ്ടത്, ബൈ വെർച്യൂ ഓഫ് പൊസിഷൻ, എക്സ് ഒഫീഷ്യോ, അതാണ് വരേണ്ടത്. പക്ഷേ ഇവരിതെല്ലാം കാറ്റി പറത്തിക്കൊണ്ട് വേറെ രീതിയിലേക്ക് പോവുക. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സിനഡിന് എന്ത് ധാർമ്മികതയുള്ളതെന്നാണ് നമ്മൾ അൽമായർ ചോദിക്കുന്നത്, അച്ഛന്മാരും അതന്നെ ചോദിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിളിലേക്ക് തന്നെ വരും. എൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് തെറ്റുവോ, സ്വാഭാവികമായി എൻ്റെ ഇൻലോസ് ഇടപെടും. അപ്പൊ അവര് എന്ത് ചെയ്യും? സ്വാഭാവികമായി ഭാര്യയുടെ തെറ്റ് വന്നു കഴിഞ്ഞാൽ അവളെ പാസിഫൈ ചെയ്യാനല്ലല്ലോ പോകുക. തെറ്റ് തെറ്റാണെന്ന് ആദ്യം അഡ്മിറ്റ് ചെയ്യാം, പിന്നെ അത് എങ്ങനെ തിരുത്താമെന്ന് ചിന്തിക്കണം. ഇപ്പോഴും ഇവിടെയും സിനഡിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, ഇത് എങ്ങനെ തിരുത്താം എന്നതിനെ പറ്റിയായിരുന്നു സിനഡ് ചർച്ച നടത്തേണ്ടത്. ഇത് എങ്ങനെ എറണാകുളത്തിന് നഷ്ടപ്പെട്ട, കാരണം ഏറ്റവും രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ പറഞ്ഞല്ലോ, മുമ്പ് പറഞ്ഞു 13.5 കോടിക്കാണ് വിട്ടത്. അത് കഴിഞ്ഞ് 4 കോടി രൂപ
ആരോ ബോംബെയിൽ നിന്ന് ഒരു അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ വന്നു. അങ്ങനെ 13.5 കോടി കിട്ടി. 9.5 കോടിയിൽ നിന്ന് 4 കോടി കൂടി 13.5 കോടി അക്കൗണ്ടിൽ വന്നു. അത് ആദായത്തിൽ കാണിച്ച തുകയാണ്. മേജർ ആർച്ച് ബിഷപ്പിനെ ഏൽപ്പിച്ചത് 27 കോടിക്ക് വിൽക്കാനാണ്. അപ്പോൾ ബാക്കി 14 കോടി എവിടെ? അതിന് ഉത്തരയില്ല. ഇനി അത് കൂടാതെ ലോൺ എടുത്തിട്ട്, കൈവായ്പയും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് എറണാകുളം അതിരൂപത അറിയാതെ എറണാകുളം അതിരൂപതയുടെ പേരിൽ ലോൺ എടുത്തിട്ട് സ്വന്തം പേരിലാണ് അവിടെ സ്വത്ത് വാങ്ങിയത്. സ്വന്തം പേരിൽ വാങ്ങി. ആ സ്വത്ത് ആരോ അവിടെ ഒരു നോട്ടീസ് ബോർഡ് വെച്ചു. അവിടെ ഒരു നോട്ടീസ് വെച്ചു. അവിടെ ആ നോട്ടീസിൽ എഴുതി വെച്ചു എറണാകുളം അതിരൂപത വക. അപ്പൊ അത് കണ്ടിട്ട് ഫോട്ടോ എടുത്ത് അത് ഇങ്ങോട്ട് അയച്ചു കൊടുത്തു. അപ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ എറണാകുളം അച്ഛന്മാര് ചോദിക്കുന്നത് എവിടുന്ന് കിട്ടി ഈ പണം, എവിടുന്ന് ആരെടുത്തു ലോൺ. അപ്പോഴാണ് ഈ കഥകൾ മുഴുവൻ വരും. ഇപ്പൊ ഈ കടമെടുക്കുകയും ലോൺ എടുക്കുകയും കൂടാതെ ബാങ്കിൽ നിന്നും ലോൺ എടുത്തു. എന്തിനാണ് ഈ സ്ഥലം വിറ്റത്? ബാങ്കിലെ ലയബിലിറ്റി തീർക്കാൻ. അത് ലയബിലിറ്റി തീർക്കാനാണ് ഈ സ്ഥലം വിൽക്കണമെങ്കിൽ അത് വൈറ്റായിട്ട് വിൽക്കണ്ടേ? വൈറ്റായിട്ട് വിറ്റാലേ ബാങ്കിൽ അടയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ 13.5 കോടി ബാങ്കിൽ അടയ്ക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി പണം കിട്ടിയിട്ടുണ്ടെന്ന് ആരും പറയുന്നില്ല. പക്ഷെ കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെ ഈ സ്ഥലം വിറ്റ വകയിൽ കിട്ടിയ പണം കൂടാതെ വേറെ കുറെ ലോണും കൂടി എടുത്തു. ആ ലയബിലിറ്റി കൂടി ഈ അതിരൂപതയുടെ പേരിൽ വെച്ചിട്ട് സ്വന്തം പേരിൽ സ്ഥലം വാങ്ങിച്ചു. എന്ന് പറഞ്ഞാൽ അത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്താനാണെന്ന് എന്താ പറയാ, ചോറ് വാരി ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അങ്ങനെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്താനാണോ ഒരു മേജർ ആർച്ച് ബിഷപ്പിനെ നമ്മൾ ഇവിടെ അപ്പോയിന്റ് ചെയ്യാം? നമുക്ക് ആവശ്യം ആരാണ് മേജർ ആർച്ച് ബിഷപ്പ് ആകേണ്ടത്? ദാസരുടെ ദാസനായിരിക്കണം. അപ്പൊ അങ്ങനെ ദാസരുടെ ദാസനായിരിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പ് സ്വന്തം പേരിൽ സ്ഥലം വാങ്ങിയിരിക്കുന്നു. ആ സ്ഥലം വിറ്റ് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അത് തെറ്റല്ലേ? അത് എന്തുകൊണ്ട് സിനഡിനെ അഡ്രസ് ചെയ്യാൻ പറ്റിയില്ല? കൂടാതെ ഈ പണം കിട്ടിയില്ല. ഈ 14 കോടി അവിടെ കിട്ടാനുണ്ട്. അത് കൂടാണ്ട് ഇവിടെ ലോൺ എടുത്ത സ്ഥലം, ആ സ്ഥലം വിറ്റ് നിങ്ങൾ ലാഭം ഉണ്ടാക്കണം. അതെങ്ങനെ വിൽക്കാൻ പറ്റണേ? അതിനകത്ത് ആധാരത്തിൽ കാണിച്ച വിലയിൽ കൂടുതൽ വിലക്ക് വിറ്റാൽ അത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കണ്ടേ? 6 മാസം അല്ലെ 1 കൊല്ലം കഴിയുമ്പോൾ വിറ്റ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കണം. ആര് കൊടുക്കും ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്? അതിരൂപത എന്തോ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് സ്ഥാപനമാണ്. അപ്പൊ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് സ്ഥാപനം അല്ല അതിരൂപം. അതുകൊണ്ട് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകുന്ന ബിസിനസ് ചെയ്യാനല്ല ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള അതിരൂപതയുടെ ഉത്തരവാദിത്വം. അപ്പൊ അങ്ങനെ ആയിരിക്കുന്നത് കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? സിനഡ് ആദ്യമേ തീരുമാനിക്കേണ്ടതാണ്. സിനഡിന് വേണം തീരുമാനിക്കാം ഈ സ്ഥലം മുഴുവൻ ഞങ്ങൾക്ക്, ഈ 2 ദേവികുളത്തും കോതമംഗലത്തും ഞങ്ങൾ ഇതിന്റെ ലയബിലിറ്റി, ആ ലയബിലിറ്റി എത്രയാണ് എന്ന് പറഞ്ഞ് ആ ലയബിലിറ്റി ക്വാണ്ടിഫൈ ചെയ്തെടുത്തു. അതിന്റെ ഇൻട്രസ്റ്റ്, ബാങ്ക് ഇൻട്രസ്റ്റ് തരണമല്ലോ, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതാണ്, അതിൽ നമ്മൾ കൊടുത്തു വിട്ടിട്ടുണ്ട്. ബാങ്ക് ഇൻട്രസ്റ്റ് ഇതെല്ലാം കൂടി നമുക്ക് തന്നിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അതിൻ്റെ അകത്ത് ന്യായം നടത്തി, നീതി നടത്തിയിരുന്നു. അങ്ങനെ പറയുന്നില്ല. പിന്നെ സിനഡിൽ എങ്ങനെ ഈ സ്ഥലം വിൽക്കും? അവർക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരില്ലേ? ഇവിടുത്തെ ഇൻകം ടാക്സ് ലയബിലിറ്റി ആര് വീട്ടും എന്ന ചോദ്യങ്ങൾക്കൊക്കെ അഡ്രസ് ചെയ്യേണ്ടത് സിനഡാണ്. ആ സിനഡ് അതൊന്നും ചെയ്യാതെ നമ്മൾ അടിമകളാണ് എന്ന നിലയിൽ ആളുകളുടെ മേലെ, അച്ഛന്മാരുടെ മേലെ, അൽമാരുടെ മേലെ, അതിരൂപതയുടെ മേലില് സിനഡ് ഓവർ പവർ ചെയ്യുകയാണ്. അച്ചടക്കത്തിന്റെ ഭീഷണി മുഴക്കി. അല്ല, അത് ശരിയാണ് ജോർജ്. ഞാൻ ഇതിലേക്കാണ് വരുന്നത്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് റോമിൽ ഇത് ടേക്കപ്പ് ചെയ്തിട്ട് ഹോളി സീന്ന് ലെറ്റർ വരുന്നുണ്ട്, റെസ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റീവ് ആക്കണമെന്ന്. റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ പരിഹാരം ചെയ്യണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ലോസ്, മോറൽ ലോസ്, എത്തിക്കൽ ലോസ് എല്ലാം ഉണ്ട്. ഇതിന് പരിഹാരം അത് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്കും ഉടനെ ആണ് ഈ 2021 റിവിഷൻ, ടെസ്റ്റ് റിവിഷൻ, സക്സസ് അല്ല റിവിഷൻ. നിങ്ങളൊന്ന് ആലോചിക്കണം. 1986 റിവിഷൻ നമ്മൾ 89 ഒരു അല്പം ഭേദഗതികളോടെ നമ്മൾ അത് അഡോപ്റ്റ് ചെയ്തു. 86 റിവിഷൻ എന്ന് പറയുമ്പോൾ ന്യൂ ജനറേഷൻ ആളുകൾക്ക് അറിയണ്ടാവില്ല. പൗത്തിൽ പിതാവ് ഏകപക്ഷീയമായിട്ട് ജോൺ പോൾ II അവിടെ കുർബാന ചെല്ലുമ്പോൾ ബിയാറ്റിഫിക്കേഷൻ ഓഫ് ചാവറേച്ചൻ്റെയും നമ്മുടെ അൽഫോൻസാമ്മയുടെ ബിയാറ്റിഫിക്കേഷൻ സെറമണിയിലെ കുർബാന ആ ടെസ്റ്റ് അങ്ങോട്ട് ഏകപക്ഷീയമായിട്ട് ഇനോഗ്രേറ്റ് ചെയ്യിപ്പിക്കുക. ഒരു ബിഷപ്പ്മാരെയും ഇൻവോൾവ് ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ അന്ന് 3 ബിഷപ്പ്മാരുടെ ഒരു കമ്മിറ്റി ആയിരുന്നു ഈ ലിറ്റർജി റെഡിയാക്കാനായിട്ട് ഏൽപ്പിച്ചിരുന്നു. ഒന്ന് മങ്കുഴിക്കരി പിതാവ്, ഒന്ന് പൗത്തിൽ പിതാവ്, പിന്നെ ഒരു ബിഷപ്പ്, എനിക്ക് പേര് ഓർമ്മയില്ല. ഈ 3 പേരിൽ 2 പേര് ഔട്ടായി. ഏകപക്ഷീയമായിട്ട് പുള്ളി അങ്ങോട്ട് ചെയ്തു, അദ്ദേഹം അങ്ങോട്ട് ചെയ്തു. ഇദ്ദേഹം ചെയ്തത് നമ്മൾ അഡോപ്റ്റ് ചെയ്തു. അപ്പോൾ അതുപോലെ
ഒരു മേജർ റിവിഷനായിരുന്നു അത് നടത്തിയത്. കുറേ സംഗതികളൊക്കെ തിരികെ കയറ്റി സ്വർഗസ്നാവിതായൊക്കെ മാറ്റി കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഭയങ്കര വികലത, അതിലേക്ക് നമുക്ക് വരാതെ നിൽക്കട്ടെ. അപ്പോൾ ഈ സംഭവം 21 അവിടെ വള്ളി പുള്ളി കുറച്ച് വ്യത്യാസം വരുത്തിയിട്ട് റൂബ്രിക്സിൽ ഒരു എഡിറ്റിംഗ് നടത്തിയിട്ട് അപ്രൂവ്ഡ് വന്ന സംഗതിയിലാണ് എഡിറ്റിംഗ് നടത്തിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞേക്കാൻ പറയുന്നത്. നമ്മളെ മോളി ചേച്ചി പാല ഡയസിസിൽ നിന്നുള്ള ആളാണ്. ഞങ്ങളൊക്കെ കൽതായ ഡയസിസ് എന്നാണ് അവരെ വിളിക്കുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ഇതിൽ നമുക്ക് ചേച്ചിയുടെ ഒരു ഫീഡ്ബാക്ക് എന്താണ്? ഈ സംഭവങ്ങൾ മൊത്തം ഇതിൻ്റെ ഇതിൽ അവിടെ എങ്ങനെയാണ് ഇതിൻ്റെ റിഫ്ലക്ട് ചെയ്യുന്നത് വിശ്വാസികളുടെ ഇടയിലോ അച്ഛന്മാരുടെ ഇടയിലും? ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പം ഞാൻ പാലാരൂപതയിൽ അല്ലെങ്കിൽ കൽതായരുടെ കൂട്ടത്തിൽ നിന്ന് സംസാരിക്കുമ്പം നിങ്ങൾ വിമതരായിട്ട് അല്ല, പാലാ രൂപതയിലായാലും ചങ്ങനാശ്ശേരി രൂപതയിലായാലും ഭൂരിപക്ഷ ആളുകളും കത്തോലിക്കരാണ്. അവര് കത്തോലിക്ക വിശ്വാസത്തില് അടിയുറച്ചു നിൽക്കുന്നു. 1-2 മെത്രാന്മാരും 5-6 അച്ഛന്മാരുമാണ് ഈ കൽതായവൽക്കരണം വേണമെന്ന് പറയുന്നത്. ഈ കൽതായവൽക്കരണം കൊണ്ടുവന്നിട്ട് നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളിൽ അതിലേക്ക് വരുന്നത്. അപ്പൊ ചേച്ചി എന്താണ് അതിനു മുമ്പ് അതിലേക്ക് വരാം? അതിനു മുമ്പ് ഈ കാര്യങ്ങളെ പറ്റി ലാൻഡ്സ്കേപ്പ് റിലേറ്റഡ് അവിടെ എങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്? അല്ല, ഇതിന് എന്നെ നിങ്ങൾ വിളിച്ചതിന് എനിക്ക് സന്തോഷമുണ്ട്. ഞാനൊന്ന് വിമതരെന്ന് പറഞ്ഞത് പൊതുവായിട്ട് വെച്ച് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം എന്നാന്ന് വെച്ചാൽ ഞാൻ കോതമംഗലം രൂപതയിൽ നിന്ന് പാലാരൂപതയുടെ മകളായിട്ട് ചെന്ന വ്യക്തിയാണ്. മനസ്സിലായി. കോതമംഗലം രൂപത എന്ന് പറഞ്ഞാൽ തന്നെ ആരക്കുഴ അതിപുരാതനമായ സെൻറ് മേരീസ് ചർച്ചാണ് ആരക്കുഴ പള്ളി. അവിടെ അതാണ് എൻ്റെ മാതൃദേവാലയം. എൻ്റെ അമ്മയെ വരെ അടക്കിയിരിക്കുന്ന അവിടെയാണ്. ഞാൻ ആദ്യ കുർബാന സ്വീകരിച്ചത് ആരക്കുഴ പള്ളിയിലാണ്. അപ്പം അതിനുശേഷം ഞങ്ങളുടെ ആറിൻ്റെ അക്കരെ ഉള്ളവർ തിരിഞ്ഞ് നടുക്കര പള്ളി എന്ന് പറഞ്ഞ് നടുക്കര സെൻറ് മാത്യൂസ് ചർച്ച് നടുക്കരയിലോട്ട് തിരിഞ്ഞു കോതമംഗലം. അപ്പോൾ എൻ്റെ കല്യാണമൊക്കെ ആയപ്പോഴത്തേനും ഞാൻ സെൻറ് മാത്യൂസ് ചർച്ച് നടുക്കരയിലായി എന്നേ ഉള്ളൂ. കോതമംഗലം രൂപത തന്നെ. അപ്പോൾ ഞാൻ എന്നെ കല്യാണം കഴിച്ചു വരുന്നത് എൻ്റെ ഫൊറോന കുറവിലങ്ങാട്, എൻ്റെ ഇടവക അന്നേരം സെൻറ് തോമസ് ചീങ്കലൽ പള്ളി എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പം അത് സെൻറ് തോമസ് ചർച്ച് മോനിപ്പള്ളി എന്ന് പറയണമെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ വരുമ്പം ഞങ്ങളുടെ പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കല്യാണത്തിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ പള്ളിയാണ്. പക്ഷെ പള്ളി ചെറുതാണെങ്കിലും അതിനൊരു ചൈതന്യം ഉണ്ടായിരുന്നു. മുമ്പിലൊരു കുരിശുരൂപം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും നമ്മുടെ കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന ആ കുരിശ്, അത് നമ്മൾക്ക് എന്നതാ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ നമ്മൾ അതെ ആ ഒരു ഇതിലിരിക്കുമ്പോഴാണ് 80 ജനുവരി അല്ല ഡിസംബർ 29 കല്യാണം. അപ്പോൾ 80 തീർന്നു. പിന്നെ 81 83-84 വന്ന അച്ഛൻ പറഞ്ഞു നമ്മുടെ പള്ളി തീർത്തും മോശം. അത് സത്യമാണ് കേട്ടോ. തീർത്തും ചെറിയ പള്ളിയായിരുന്നു. നമുക്കത് പള്ളിയൊന്ന് പുതുക്കി പണിയാം എന്ന് പറഞ്ഞ് നല്ല പിരിവൊക്കെ എടുത്ത് അന്ന് 20 lakhs അതിന് എസ്റ്റിമേറ്റൊക്കെ ബഡ്ജറ്റ് ഇട്ടത് അന്ന്. അപ്പം അങ്ങനെ പള്ളി പണിയൊക്കെ തുടങ്ങി എല്ലാവരും നല്ലതുപോലെ പിരിവ് കൊടുത്തു. പിന്നെ ഇടവക ജനങ്ങളും കൊടുത്തു, അല്ലാതെ കൊണ്ട് പുറത്തുനിന്നും ഒക്കെ ഉണ്ടായിരുന്നു. പാലാരൂപതയിൽ ഒരു പരിധി വരെ അന്ന് ഏറ്റവും നല്ല പള്ളി എന്ന് പറയാവുന്നത് ഞങ്ങളുടെ പള്ളിയാണ്. ഏറ്റവും ആദ്യം പണിത് ഒരു നല്ല പള്ളിയാണ്. കംപ്ലീറ്റ് തടി കൊണ്ട് പാനലിങ്ങും ഒക്കെ നടത്തി നന്നായിട്ട് തന്നെ പള്ളി പണിത് ഉദ്ഘാടനത്തിൻ്റെ സംഭവം ആയപ്പോഴത്തേനും 86 കഴിഞ്ഞു പോയി. പുതിയ വ്യത്യാസങ്ങൾ വന്നു. അപ്പം അൾത്താര ആ പഴയ ചൈതന്യം പോയി. അത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ മുഴുവൻ പാനലിങ്ങും ഒക്കെ ആക്കി നടുക്ക് സക്രാരി അങ്ങനെ പൂട്ട് തുറക്കാവുന്ന ഒരു രീതിയിലാക്കി കുരിശുരൂപമില്ല. കുരിശുരൂപം ഒരു സൈഡിൽ സക്രാരി ഓൾറെഡി ഉണ്ട്. അത് പുതിയതായിട്ട് പണിയുന്ന പള്ളിയിൽ ഇപ്പം അവിടെ സക്രാരി ഉണ്ട്. കുരിശുരൂപം എടുത്ത് ഒരു സൈഡിലോട്ട് മാറ്റി. പിന്നെ അതിനുശേഷം പിന്നെ ഓരോ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വേദനാജനകം എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഒരു കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ച് വന്നതാണ്. ഇടയ്ക്ക് ഇപ്പം ചിലപ്പോൾ ഒരു യാത്രയിലായിരിക്കും നമുക്ക് കാണുന്ന ഒരു പള്ളിയിൽ ഭരണങ്ങാനം പള്ളിയുടെ മുമ്പിൽ കൂടെ പോകുമ്പോഴത്തേക്കും നമുക്കൊന്ന് വിസിറ്റ് കഴിക്കുക. അപ്പം കയറുമ്പം നമ്മൾ കുറേ ആൾരൂപങ്ങളും കുറേ നേർച്ചപ്പെട്ടികളും മാത്രമേ അവിടെ കാണാനുള്ളൂ. അവിടെ മുഴുവനും കർട്ടൻ ഇട്ട് മൂടി. അത് പിന്നെ അതെ അതിനുശേഷം വന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പം ഇപ്പം ഓരോന്നായിട്ട് വരുമ്പോഴത്തേനും നമ്മുടെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ നിന്ന് വ്യതിചലിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഇപ്പം എറണാകുളം അങ്കമാലി അതിരൂപതക്കാരോട് പെട്ടെന്നൊരു കുർബാനയ്ക്ക് മാറ്റം വരുത്തുകൊണ്ട് ഞാൻ വല്ലപ്പോഴും ഒക്കെ ഈ ആരക്കഴപ്പള്ളിയിൽ വന്ന് പക്ഷേ ആരക്കഴപ്പള്ളിയിൽ കർട്ടനില്ല, ഇപ്പോഴും ഇല്ല.
മനസ്സിലായോ? അപ്പൊ ഈ കോതമംഗലം രൂപതകളിലും കർട്ടൻ ആയിട്ടില്ല. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവന്ന് നിങ്ങൾ ഏതായാലും ഇവര് പറയുന്ന ന്യായീകരണം എന്താണ്? അതന്നെ അതിവിശുദ്ധ സ്ഥലം രഹസ്യമാക്കണമെന്നോ എന്തോ ഓരോരുത്തരും ഓരോന്നാ പറയണം. ഒരു വൈദികൻ എന്നോട് പറഞ്ഞത് അതൊരു ഡ്രമാറ്റിക് ആയിട്ട് ചെയ്യുന്നതേ ഉള്ളെന്നാ പറഞ്ഞു. ഞാൻ പല അച്ഛന്മാരോട് സംസാരിച്ചു. ഞാൻ ഇവിടെ ഒരു ഇതിലാണ് പറയുന്നത്. എൻ്റെ ഇടവകയിലെ എൻ്റെ അസിസ്റ്റന്റ് വികാരി അച്ഛൻ എന്ന് പറഞ്ഞാൽ കുറേ പ്രായമുള്ള ആളാണ്. അങ്ങനെ ഇങ്ങനെ പുള്ളി എങ്ങനെയെങ്കിലും ഒരു സ്വസ്ഥം ജീവിതത്തിലോട്ട് 1 വർഷം കഴിയുമ്പം പോകാൻ വേണ്ടിയിരിക്കണം, അങ്ങനെ ഇത് ചെയ്യുന്നതല്ല. പക്ഷേ അസിസ്റ്റന്റ് വികാരിയോട് ഞാൻ പറഞ്ഞു, ഒരു കുർബാനയുടെ സമയത്ത് നിങ്ങൾ ഈ കർട്ടൻ ആൾക്കാർ കയറി വരുമ്പോഴത്തേനും ഇത് സർവാധിപനാം പാടി തുടങ്ങുമ്പം പയ്യെ കർട്ടൻ അങ്ങ് മാറ്റും. അതിനുശേഷം കുർബാന അങ്ങ് തീർന്നു കഴിയുമ്പം കർട്ടൻ വലിച്ച് ഇടും. പിന്നെ ആർക്കും അവിടെ അത് കഴിയുമ്പോൾ ഫുൾ പള്ളി അടച്ചിടുമായിരുന്നു. എല്ലാ പള്ളികളും അടച്ചിടും. പിന്നെ അടച്ചിടുകയില്ലാത്ത പള്ളികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറവലങ്ങാട് പള്ളി, ചേർപ്പങ്കൽ പള്ളി, അരുവിത്തറ പള്ളി, അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തീർത്ഥാടന കേന്ദ്രം എന്നുള്ള നിലയിൽ ആൾക്കാർ വന്ന് കയറുന്ന കാരണം കൊണ്ട്. പക്ഷെ എന്നാലും ആ കർട്ടൻ അവിടെ മൂടിക്കിടക്കും. അപ്പം വരുന്നവർ തീർത്ഥാടകർ വേറൊന്നല്ല, ഈ സംഭവത്തില് ഇപ്പൊ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് റിലേറ്റഡ് ഇഷ്യൂ ഉണ്ടല്ലോ, ലിറ്ററേച്ചർ അവിടെ നിൽക്കട്ടെ, അതുമായിട്ട് ബന്ധപ്പെട്ട് ചേച്ചിയുടെയൊക്കെ പാരിഷിലൊക്കെ എന്തെങ്കിലും ആളുകൾ എന്തെങ്കിലും സംസാരിക്കുകയോ അത് നിങ്ങൾ അനുസരണക്കേട് കാണിക്കുന്നു പിന്നീട് മറ്റേ ലിറ്ററേച്ചർ അതിലേക്ക് നമുക്ക് വരാം. അല്ലാതെ മറ്റേതിനെ പറ്റി ഒരു അറിവില്ലാർക്കും. ലാൻഡ് റിലേറ്റഡ് ഇഷ്യൂസ് അതിനെ കുറിച്ചല്ല ആരും പറയുന്നത്. എറണാകുളം അതിരൂപതക്കാരോ മെത്രാന്മാരോട് ധിക്കാരം കാണിക്കുന്നു, അനുസരണക്കേട് കാണിക്കുന്നു. അതാണ് അവിടുത്തെ പോയിന്റ്. ഞാനൊന്ന് ഇടപെടുകയാണ്. അതായത് ഇതാണ് പോയിന്റ്. മിക്കവർക്കും ഈ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് പറയും നമ്മൾ. ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് അതൊരു ഫ്രേസാണ്. അതായത് കടലില് വലിയ ഐസ് ഉണ്ടാവും, അതാണ് ടൈറ്റാനിക് സ്പോയിൽ ചെയ്ത സാധനം. അത് പുറത്ത് കുറച്ചേ കാണുള്ളൂ. നമ്മളെല്ലാ ആളുകളും സാധാരണ വിശ്വാസികളെന്ന് പറഞ്ഞവരും അച്ഛന്മാരെ അറിഞ്ഞുകൊണ്ടും മറ്റുള്ള ഡയസിസുകളിലെ അച്ഛന്മാർക്ക് അറിയാൻ പാടില്ലായിട്ടല്ല, അവർ കണ്ണടച്ചിട്ട് ലിറ്റർജിയിലേക്ക് ഫോക്കസ്. അതാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം. ലിറ്റർജി എന്ന് പറയുന്നത് ഏറ്റവും ഹൃദ്യമായിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് അല്ലേ? ആരാധനാക്രമം. നമ്മുടെ വിശുദ്ധ ബലി എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. അവിടെയാണ് ജോർജ് നേരത്തെ റെഫർ ചെയ്ത കാര്യം ഞാനൊന്ന് രണ്ടാമതൊന്ന് റെഫർ ചെയ്യുമ്പോൾ നൈസിയൻ ക്രീഡ്, അതായത് നിക്യ വിശ്വാസ പ്രമാണം, നൈസിയൻ കൗൺസിൽ ഉണ്ടായിരുന്നു. നിക്യ, അതാണ് ഇംഗ്ലീഷിൽ നൈസിയൻ എന്നാണ് പറയുന്നത്. നൈസിയൻ ക്രീഡ്, അതിനകത്ത് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവെന്ന് വ്യക്തമായിട്ട് എഴുതി. കുർബാന ചെല്ലുമ്പം ഞങ്ങളുടെയൊക്കെ വായിൽ അതേ വരുള്ളൂ. ഇത് തിരുത്തി ഇപ്പൊ പുതിയ ആൾക്കാർ അത് ചെല്ലിയാലും പഴയ ആൾക്കാരായിട്ടുള്ള ഞങ്ങള് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പറയുമ്പോഴത്തേനും പ്രാർത്ഥന അങ്ങ് പോകുക. അത് ഇപ്പൊ ചങ്ങനാശ്ശേരി പാല പോലെയുള്ള എല്ലാ ഡയസിസും അതുപോലെ തന്നെ അത് വ്യക്തമായിട്ട് അവർ പറയുന്നത് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പറയുന്നത്. എന്റെ കൊച്ചിനെ ഞാൻ പ്രാർത്ഥന ചെല്ലാൻ പഠിപ്പിച്ച് സ്കൂളിൽ വിട്ടിട്ട് വേദപാഠം കഴിഞ്ഞിട്ട് വന്നിട്ട് കൊച്ചു പറയുവാണ്, അമ്മച്ചിക്ക് കുരിശ് വരയ്ക്കാൻ പോലും അറിയത്തില്ല. എന്താ എന്ന് ചോദിച്ചാൽ അമ്മച്ചി പഠിപ്പിച്ചു വിട്ട കുരിശ് വര ശരിയല്ല. ഞാൻ ഇടത്തു നിന്ന് വലത്തോട്ട് വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെന്ന് കൊച്ചിനെ പഠിപ്പിച്ചു വിട്ടു. കൊച്ചത് അവിടെ ചെന്ന് ചെയ്തപ്പം അത് തെറ്റാണെന്ന് ടീച്ചർ പറഞ്ഞു. വലതു നിന്ന് ഇടത്തോട്ട് വേണമെന്ന് പറഞ്ഞു. അത് ചില കമ്മ്യൂണിറ്റിയിലെ നമ്മളെല്ലാരും വലതുവശത്ത് കൊണ്ടുപോകുമ്പോ ഇടതുവശത്ത് കൊണ്ടുപോകണമെന്ന് പറയില്ലേ, അതുപോലത്തെ ഒരുതരം കോംപ്ലക്സ് ആണ്. അല്ല, നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചിരിക്കുന്ന എന്നതാണ് എന്നാ കർത്താവ് പറയുന്നത് അന്തിമ വിധി നാളില് എൻ്റെ നല്ലവരെ വലതുഭാഗത്തും മോശമാരെ ഇടതുഭാഗത്തും നിർത്തും. അപ്പം എൻ്റെ പിതാവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. അപ്പം അങ്ങനെയുള്ളിടത്തുനിന്ന് അപ്പം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടതു നിന്ന് വലത്തോട്ടെന്ന് പറയുമ്പോൾ എപ്പോഴും തിന്മയിൽ നിന്ന് നന്മയിലേക്ക് ഒരു പാത എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്, നമ്മൾ മക്കളെ പഠിപ്പിക്കുന്നത്. അത് കടുവട്ടം വലത്തുനിന്ന് ഇടത്തോട്ടാക്കി മാറ്റി. അവിടുത്തെ ഭാഷയില് ഇപ്പൊ ചില ഭാഷകള് അവിടെ എഴുതുന്നത് അങ്ങനെ. ഇപ്പൊ നമ്മള് ഇടത്തു നിന്ന് വലത്തോട്ടാണ് എഴുതുന്നത്, അവര് ഇടത്തോട്ടാണ് എഴുതുന്നത്. അല്ല, സുറിയാനി ബുക്കുകള് അതിന്റെ പാരമ്പര്യമാണ്. ഇവർക്ക് എന്താ കാര്യം ഇതിനകത്ത്? മലയാളം എഴുതുവാണെങ്കിലും ഇംഗ്ലീഷ് എഴുതുവാണെങ്കിലും എല്ലാവരും വലതുനിന്ന് ഇടത്തുനിന്ന് വലത്തോട്ടാണ് എഴുതുന്നത്. ഇവര് ആ പാരമ്പര്യമാണ് എന്ന് പറഞ്ഞ് ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുവാണ് മുഴുവനായി. അങ്ങനെ ഓരോന്ന് മാറ്റി. പക്ഷെ അത് അന്നേരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വരുന്ന സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾക്ക് ഇതെന്താണെന്ന് അറിയത്തില്ല. ഇവർ ഇത് പിതാക്കന്മാർ പറയുന്നു അല്ലെങ്കിൽ പുരോഹിതർ പറയുന്നു, അത് അക്ഷരം പ്രതി അത് ഇതില്ലെങ്കിൽ എൻ്റെ അതിനൊരു വചനമുണ്ടല്ലോ, എൻ്റെ അഭിഷിക്തനെതിരായിട്ട് നിങ്ങൾ കരങ്ങൾ ഉയർത്തരുത്. അങ്ങനെയുള്ള ഒരു ഭയം ആൾക്കാരിൽ ജനിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ 16-ാം നൂറ്റാണ്ടില് നടന്ന കാര്യങ്ങൾ ഇവിടെ റീനാക്ട് ചെയ്യപ്പെടുന്നുള്ളൂ. ആരും നമ്മള് അല്ലല്ല, ഒരിക്കലും അല്ല, ഒരിക്കലും അല്ല. അങ്ങനത്തെ ലക്ഷ്യങ്ങളൊന്നുമില്ല. നമ്മൾ പറയുന്നത് സത്യവും നീതിയും വെച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്ക് വേണ്ടത് ക്രൈസ്തവ സഭ എന്ന് പറയുമ്പോൾ അത് ധാർമ്മികതയുടെ മകുട ഉദാഹരണമായിരിക്കണം. മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്നത് ശത്രുവിനെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ആശയമാണ്. അത് മനസ്സിലാക്കാതെ പെരുമാറുമ്പോഴാണ് നമുക്ക്. ജോർജ്, ഞാൻ ആ വിശ്വാസ പ്രമാണത്തിലെ ഒരു ഡീവിയേഷൻ ഉണ്ട്, അതൊരു അബറേഷനാണ്. അത് ഇവര് ചെല്ലുന്ന പല വീഡിയോകളും ഞാൻ കേട്ടു. പഴയ മേജാജ് ബിഷപ്പിന്റെ കേട്ടു, ചങ്ങനാശ്ശേരി ബിഷപ്പിന്റെ കേട്ടു, പാല ബിഷപ്പിന്റെ കേട്ടു. അവരെല്ലാം പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവും പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ജോർജ്, അതിനെപ്പറ്റി അതിനകത്ത് ഏറ്റവും രസകരം, ഒരു കാരണമില്ലാതെ പിതാവിൽ നിന്ന് പുറപ്പെടുന്നു എന്ന് ഇവർ പറയണം. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നതിൽ ഇവർക്ക് എന്തുകൊണ്ട് അത് പാടില്ല എന്ന് പറയണ്ടേ? ഇപ്പൊ ചില രൂപതയില്, ഒരു രൂപതയില് അല്ലെങ്കിൽ ഒരു അതിരൂപതയില് ഒരു ആർച്ച് ബിഷപ്പ് വന്ന് പറഞ്ഞു, എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു, എന്താണ് അതിന്റെ വ്യത്യാസം എന്ന് പഠിപ്പിക്കണ്ടേ? അത് പറയാൻ ധൈര്യമില്ല എന്നതല്ല, അത് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ എല്ലാവരും പഠിച്ചിരിക്കുന്ന എങ്ങനെയാണ്, പരിശുദ്ധാത്മാവ് കന്യകാ മറിയത്തിന്റെ മേൽ ആവസിച്ചത് പുത്രനായ ദൈവം ജനിച്ചു, യേശു ക്രിസ്തുവായി ജനിച്ചു. ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവാണ് മാതാവിന്റെ മേൽ ആവസിക്കുമ്പോൾ പുത്രനായ ദൈവത്തിന് ജനിക്കാനാവും. അല്ലെങ്കിൽ എന്തു പറ്റും? പിതാവിൽ നിന്നും മാത്രം പുറപ്പെടുന്ന പരിശുദ്ധാത്മാവാണ് മാതാവിന്റെ മേൽ ആവസിക്കുന്നതെങ്കിൽ ഉണ്ടാകുന്നത് ഒരു സൃഷ്ടിയാവും. ഈ സൃഷ്ടിയാവും, വെറും സൃഷ്ടിയാവും യേശു ക്രിസ്തു. അതുപോലെ അതാണ് നമ്മുടെ ഒരു ആർച്ച് പ്രീസ്റ്റ് പറഞ്ഞു, യേശു ക്രിസ്തു ദൈവപുത്രനാണ് എന്നതെല്ലാം പിന്നെ ഉരുത്തിരിഞ്ഞു വന്നതാണ്. ഈ കുരിശിൽ തറച്ചു കൊന്ന ഈശോ ക്രിസ്തുവാകുന്നു എന്നുള്ളതാണ്, ദൈവപുത്രനാകുന്നു എന്നുള്ളതൊക്കെ പിന്നെ ഡെവലപ്പ് ചെയ്തൊന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. മാണി പുതിയടം എന്ന് പറയുന്ന അച്ഛനാണ്, ചങ്ങനാശ്ശേരി എസ് ഒരു സീനിയർ അല്ല, എൻ്റെ ബെഡ്റോത്തിൽ നടത്തിയത് അച്ഛനാണ്. കാരണം എൻ്റെ വൈഫിൻ്റെ വീട് അവിടെയാണ്. അപ്പോൾ അന്നേരം നടത്തിയ അച്ഛനാണ്, ലൂർദ് പള്ളിയിലായിരുന്നു. അച്ഛൻ വളരെ വ്യക്തമായിട്ടിരുന്ന് പറയുക. ഞങ്ങൾക്ക് കേട്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ വി വർ ആക്ച്വലി സ്റ്റണ്ട്. കാരണം അങ്ങനെ ഒരു സംഭവമില്ല. കർത്താവിൻ്റെ പരസ്യജീവിത കാലത്ത് 3-4 ഇൻസിഡൻസ് പറയുന്നുണ്ട്, ഇവൻ എൻ്റെ ദൈവത്തിനാവുന്നു, ഇവൻ എൻ്റെ ദൈവത്തിനാവുന്നു എന്ന് വ്യക്തമായിട്ട് പിതാവ് ദൈവം എവിഡൻസ് തരുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു അച്ഛൻ എങ്ങനെ പറയാൻ പറ്റുന്നതെന്ന് എനിക്ക് പറയും. ഇതൊക്കെ CDF, അതായത് കോൺഗ്രിഗേഷൻ ഫോർ ഡോക്ടർ ഓഫ് ഫെയ്ത്തിൽ വേണ്ട രീതിയിൽ അവതരിപ്പിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. നെസ്റ്റോറിയൻ പാഷണ്ഡതയിലേക്ക് നയിക്കാനുള്ള ഇവരുടെ കുൽസിത ശ്രമമായിട്ട് മാത്രമേ നമുക്കിതിനെ ജോർജ്, അതുപോലെ തന്നെ ജോൺ 20:22, അതായത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഈശോ സ്ത്രീഹന്മാരോട് പറയേണ്ടത് സ്വർഗാരോഹണത്തിന് മുമ്പ് നിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ എന്ന് പറയുന്നുണ്ട്. അത് തന്നെ വളരെ വ്യക്തമാണ്. കർത്താവ് പിതാവ് പുത്രനോടെ ഈക്വൽ അറ്റ് പാർ വിത്ത് ഹോളി ഗോഡ് ദ ഫാദർ, അറ്റ് പാർ വിത്ത് ഗോഡ് ദ ഫാദർ എന്നുള്ളത് വളരെ വ്യക്തമാണത്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരുപാട് അപജയങ്ങൾ ഇവർ പ്രചരിപ്പിച്ചു വിടുന്നത്? മോളി ചേച്ചി പറഞ്ഞതുപോലെ ആളുകൾക്ക് ഇതൊന്നും അറിയില്ല, പാവങ്ങൾ, അവര് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എറണാകുളംകാരെ അനുസരിക്കുന്നില്ല, അത് മാത്രമേ ഉള്ളൂ. അതാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള കാര്യം. യേശു ക്രിസ്തു കയ്യപ്പായ അനുസരിച്ചിട്ടുണ്ടോ? യേശു ക്രിസ്തു കയ്യപ്പായ അനുസരിച്ചിട്ടില്ല. കയ്യപ്പായെ വിളിച്ചത് എന്താണ്? അണലി സന്തതികളെ, അണലി സന്തതി. ഇപ്പൊ വെള്ളയടിച്ച കുഴിമാട് അങ്ങനെയൊന്നും നമ്മൾ വിളിക്കുന്നില്ല. കാരണം യേശു ക്രിസ്തു ഈ കയ്യപ്പായെയോ അനന്യാസിനെയോ അനുസരിച്ചിരുന്നെങ്കിൽ യേശു ക്രിസ്തുവിന് ഈ കുരിശുമരണത്തിൽ നിന്ന് രക്ഷ നേടാമായിരുന്നു. കുരിശുമരണം നടന്നതുകൊണ്ടാണ് നമുക്ക് രക്ഷ കിട്ടിയത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മളെല്ലാവരും വിശ്വസിക്കും. അപ്പൊ യേശു ക്രിസ്തുവിന്
കുരിശുമരത്തിൽ നിന്ന് രക്ഷപ്പെടായിരുന്നു. കയ്യപ്പായനൊന്ന് അനുസരിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അനന്യാസിനൊന്ന് അനുസരിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ പീലാത്തോസ് വരെ ചോദിക്കുന്നു ഇപ്പോൾ ഉത്ഥാനത്തിന് വില കൊടുക്കുന്നുവെന്നും മാർത്തോമാ കുരിശിന് അല്ല, അനുസരണത്തെ പറ്റി പറഞ്ഞപ്പോഴേ മോളി ചേച്ചി അത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ മനസ്സിൽ വന്ന ഒരു കാര്യം പറഞ്ഞു. 92-ല് നമ്മളെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ചായിട്ട് എലിവേറ്റ് ചെയ്തല്ലോ. അന്ന് ഒരു പേപ്പൽ ഡെലിഗേറ്റിനെ വിട്ടു പോപ്പ്, വേറെ ആരുമല്ല, ഏബ്രഹാം കാട്ടുമന എന്ന് പറയുന്ന ഒരു ആർച്ച് ബിഷപ്പ്. അദ്ദേഹം ഇവിടെ വന്ന് എല്ലാ ഡയസിസുകളിലും പോയി ബിഷപ്പ്മാരെ കണ്ട് സംസാരിക്കാൻ വേണ്ടി നിയുക്തനായ ഒരു ആർച്ച് ബിഷപ്പായിരുന്നു. എറണാകുളം ഡയസിസിൽ പെട്ട ആളാണ്, വൈക്കം നേറ്റീവ് പ്ലേസ്. അദ്ദേഹം പല ഡയസിസുകളിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിനോട് ഇവർ കാണിച്ച കാര്യങ്ങൾ നമുക്കിവിടെ പറയാൻ കൊള്ളില്ല. അതുപോലത്തെ കാര്യമായിരുന്നു. എന്നോട് ചങ്ങനാശ്ശേരിയിൽ പെട്ട നമ്മുടെ ജോർജ് ഏട്ടൻ പറഞ്ഞ ഒരു കാര്യമാണ്. അവിടെ ചെന്ന ചങ്ങനാശ്ശേരിയിൽ ഇവര് ഹോട്ടലിൽ നിന്ന് അച്ഛന്മാര് ഞായറാഴ്ചയൊക്കെ പറയും, ഇവിടെ ഒരു കാട്ടുപോത്ത് നടക്കുന്നുണ്ട്, ഞങ്ങൾ അതിനെ പിടിച്ച് കെട്ടും. ഏത് ഈ ബിഷപ്പിനെ പറയുന്നത് കാട്ടുമന എന്നുള്ളതിനെ കാട്ടുപോത്ത് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ വിശ്വാസികളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഈ അനുസരണമൊന്നും അന്നില്ലേ. ഇനി ഒരു കാര്യം കൂടി, 93-ല് നമ്മളെ എവിഡൻസ് പേപ്പർ കട്ടിങ്ങുകൾ നമ്മുടെ കയ്യിലുണ്ട്. അന്ന് ചങ്ങനാശ്ശേരിയിലെ 100ഓളം വൈദികര് സിനഡിനെതിരെ പരസ്യമായ രംഗത്ത് വന്നു. അതിലൊരാൾ ഇന്ന് ആർച്ച് ബിഷപ്പായിട്ട് റിട്ടയർമെന്റ് ഏജും കഴിഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. പേര് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരാരാണ്. അങ്ങനത്തെ അത്രയും ഇത് കാണിച്ച ആളുകൾക്ക് ഈ അനുസരണമൊന്നും വേണ്ടേ? അപ്പൊ ഈ മോളിച്ചേച്ചിയൊക്കെ അവരോട് ചോദിക്കാം, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതെ ഇന്നൊക്കെ സംഗതികളൊക്കെ 10-30 കൊല്ലം മുമ്പ് നടന്നതാണ് ഈ നാട്ടിൽ തന്നെ, അവരൊക്കെ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്, അവർക്കൊന്നും അനുസരണം ബാധകമല്ലേ എന്ന് ചോദിക്കാം. ഒരു കാര്യം. അപ്പൊ ഈ അനുസരണത്തെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാനത് ഒന്ന് റെഫർ ചെയ്താണ്. ഇനി ഒരു 2-3 കാര്യങ്ങളോട് പറഞ്ഞോട്ടെ. നമ്മൾ ഈ ലാറ്റിൻ ചേർച്ചുമായിട്ടുള്ള ഡിസ്റ്റിങ്റ്റീവ്നെസ് കാണിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. ഇപ്പൊ മുമ്പ് പറഞ്ഞ കുരിശുവരയുടെ കാര്യങ്ങൾ പറഞ്ഞ പോലെ ആദ്യം മുതൽ തുടങ്ങാം. ആഷ് മൺഡേ വേഴ്സസ് ആഷ് വെനസ്ഡേ. എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഞാനൊരു കാര്യം എഴുതി വെച്ച് തരാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രൂവ് ചെയ്യും. എങ്ങനെ ആഷ് മൺഡേ തുടങ്ങിയാൽ 50 ദിവസം നിങ്ങൾ എങ്ങനെയാണ് നൊയമ്പ് നോക്കുന്നത് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. എല്ലാം പോട്ടെ, 40 ദിവസം കർത്താവ് ഉപവസിച്ച് പ്രാർത്ഥിച്ചതിനെ നമ്മൾ ഓർമ്മിച്ചുകൊണ്ടാണ് നമ്മൾ ഈ നൊയമ്പെന്ന് പറയുന്നത്, ലെൻഡ് എന്ന് പറയുന്ന സംഭവം, വലിയ നൊയമ്പ്. അത് ഈ തിങ്കളാഴ്ച തുടങ്ങിയാൽ പോലും അത് 50 ദിവസം ആവില്ല. 7 × 7 49 ആവുള്ളൂ, 50 ദിവസം ആവില്ല. അപ്പൊ പിന്നെ ഈ 50 ദിവസത്തിൽ ഇവർ കയറി പിടിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അതിനകത്ത് ഏറ്റവും രസം എന്ന് വെച്ചാല് ഇവര് പറയുന്ന പൗരസ്ത്യ പാരമ്പര്യത്തില് ആഷ് ഇല്ല, ആഷ് മൺഡേയും ഇല്ല, ആഷ് വെനസ്ഡേയും ഇല്ല. ക്ലീൻ മൺഡേ ആണുള്ളത്. ക്ലീൻ മൺഡേ ആണ്. അവര് ആഷ് പെരട്ടില്ല. ഇവർക്ക് ആഷ് വേണം. ലാറ്റിൻ പാരമ്പര്യത്തിൽ നിന്ന് ആഷ് വേണം. എന്നിട്ട് അതുകൊണ്ട് മൺഡേ ആക്കും. ഇതെന്ത് അവിയല് പരിഭവം. ഒന്നുകിൽ ഇവര് പറയണം ഞങ്ങൾക്ക് ആഷ് വേണ്ട, ഞങ്ങൾ ആഷ് മൺഡേ ആചരിക്കുന്നില്ല, ഞങ്ങൾ ക്ലീൻ മൺഡേ ആണ് തുടങ്ങുന്നത് എന്നെങ്കിലും അല്ല, കോതമംഗലത്ത് നിന്ന് ഞാൻ പോകുമ്പോൾ കോതമംഗലം രൂപതയിൽ ഞങ്ങളുടെ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ഇത് 96, 97 അല്ലെങ്കിൽ 97, 98 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ. ഇവിടെയും ഒരു കൊല്ലം ഇത് മാറ്റി പള്ളി പോകാതെ ആഷ് മൺഡേ ജനം പള്ളി വന്നില്ല. ആഷ് വെനസ്ഡേ എല്ലാവരും, ഇപ്പൊ ദുഃഖ വെള്ളിയാഴ്ച എല്ലാവരും പള്ളി വരുന്ന പോലെ, അല്ലെങ്കിൽ പെസഹ വെള്ളിയാഴ്ച എല്ലാവരും പള്ളി വരുന്നത് പോലെ, എല്ലാവരും ആഷ് വെനസ്ഡേ പള്ളി വന്നു. ഞായറാഴ്ച പോലെ തന്നെ എല്ലാവരും വന്നുകൊണ്ടിരുന്നതാണ്. കാരണം എനിക്ക് എന്റെ പേഴ്സണലി പറഞ്ഞ എന്റെ അപ്പച്ചൻ 2 ദിവസം നോമ്പ് നോക്കും. ജോർജെ, അതുപോലെ ഇപ്പൊ ആഷ് മൺഡേയുടെ ഒരു കാര്യം നമ്മൾ സംസാരിച്ചു. ഇതുപോലെ വേറെ കാര്യം കർട്ടൻ ഇടുന്നത്. പല പള്ളികളിലും കർട്ടൻ ഇല്ല. ഞാൻ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് എൻ്റെ ഒരു ബസ്സിന്റെ മകളുടെ കല്യാണത്തോടനുബന്ധിച്ച് തൃശ്ശൂർ പോയി. പുത്തമ്പള്ളി ബസിലിക്കയാണ്. അവിടെ കർട്ടൻ ഇല്ല. അങ്ങോട്ട് തിരിഞ്ഞ നിർമ്മാണമില്ല, ഉണ്ട് 5-6 അച്ഛന്മാര് ഉണ്ട്, കർട്ടൻ ഇല്ല. അപ്പൊ ഇതിന് യൂണിഫോമിറ്റി ഒന്നും ഇല്ല. ഏകീകരണം എന്ന് പറയണമെങ്കിലും ഈ പറയുന്ന പാലാരൂപതയിലും ഒരു ഏകീകരണം കർട്ടൻ ഇടുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തില് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവൻ സ്വന്തം ശരീരമാകുന്ന വിരിയിലൂടെ നമുക്ക് രക്ഷ നൽകി. അപ്പോൾ നമ്മൾ കുരിശു മരണത്തെയാണ്, അവന്റെ ശരീരം മാംസവും രക്തവുമായി വിഭജിക്കുന്നതാണ്. അങ്ങനെയാണ് നമുക്ക് രക്ഷ കിട്ടിയത്. അത് മനസ്സിലാക്കാതെ ഇത് എനിക്ക് തോന്നുന്നു ഇവരുടെ ആദ്യത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ
ഇവര് പൗരോഹിത്യ പാരമ്പര്യത്തിൽ തുടങ്ങിയിട്ടാണ് ഈ കൽദായരുടെ പ്രോബ്ലം ആരംഭിക്കുന്നത്. പൗരോഹിത്യം, ലേവ്യരുടെ പൗരോഹിത്യം യേശുക്രിസ്തുവിനില്ല. കാരണം യേശുക്രിസ്തു ലേവ്യ ഗോത്രത്തിൽ ജനിച്ചവനല്ല. യേശുക്രിസ്തു ജനിച്ചത് യൂദാ ഗോത്രത്തിലാണ്. അപ്പോ യഹൂദ ബലി അർപ്പിക്കാൻ യേശുക്രിസ്തുവിന് അവകാശമില്ല, അധികാരമില്ല. കാരണം ലേവ്യ ഗോത്രത്തിൽ ജനിച്ചവന് മാത്രമേ യഹൂദ ബലി അർപ്പിക്കാൻ പറ്റൂ. അങ്ങനെ യഹൂദ ബലി അർപ്പിക്കാൻ അവകാശമില്ലാത്ത യേശുക്രിസ്തു യഹൂദ ബലി അർപ്പിച്ചിട്ടുമില്ല. ഇനി യഹൂദ ബലി അർപ്പിക്കണമെങ്കിൽ ആ ബലി വസ്തു എന്താണേലും ബലി അർപ്പിക്കണം, അത് അഗ്നിയില് നിമഗ്നം ചെയ്യണം. അങ്ങനെ കുരിശിലെ ഏകബലിയിലോ പെസഹായിലെ വിരുന്നിലോ ഒന്നും അന്നും അഗ്നിയില് അർപ്പിക്കുന്നില്ല. അതിൽ നിന്ന് തന്നെ യേശു ക്രിസ്തു യഹൂദ ബലി അർപ്പിച്ചിട്ടില്ല എന്നത് വ്യക്തമാണ്. അപ്പൊ പിന്നെ എന്തിനാണ് ഇവര് യഹൂദ ദേവാലയം, ഞാൻ ആ വാക്ക് സ്പെസിഫിക് ചെയ്ത് പറയാം, ജെറുസലേം ടെമ്പിൾ, ജെറുസലേം ടെമ്പിള് പോലെ ഇവര് പള്ളികൾ ഉണ്ടാക്കുന്നത്? ക്രൈസ്തവർക്കുള്ളത് പള്ളികളാണ്, ക്രിസ്ത്യൻ ചർച്ചസ്. ഈ ചർച്ച് എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന് പള്ളി, രണ്ട് സഭ. രണ്ടർത്ഥമുണ്ട്. അത് കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയാണ് പള്ളി എന്ന് പോലും ഇവിടെ പലർക്കും അറിയില്ല. അവര് പഠിപ്പിക്കുന്നത് എന്താണ്? ദേവാലയത്തിനെ പോലെ, ജെറുസലേം ദേവാലയത്തിലെ പോലെ ഇവര് ബലി അർപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇവര് ജെറുസലേം ദേവാലയത്തിലെ പോലെ കർട്ടനിടാൻ ശ്രമിക്കുന്നു. ഇവരെന്താ ടെമ്പിളിലാണോ? ടെമ്പിൾ എന്ന അത് പറഞ്ഞപ്പോഴേ ആ മൽക്കയുടെ കാര്യം കൂടി ഒന്ന് പറയണം. ഈ ഇത് ബലി എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് മൽക്കയുടെ കാര്യം ഒന്ന് സംസാരിക്കും. മൽക്ക എന്ന് പറഞ്ഞത് ഒരു കോൺട്രവേഴ്ഷ്യൽ. ഷോർട്ടായിട്ട് ഇവര് ആദ്യമേ ഞാനൊരു എക്സാമ്പിൾ പറയും. ഇവര് പുളിപ്പെന്നാണ് മൽക്കയെ, പുളിപ്പ് എന്നാണ് ഇവർ പറയുള്ളൂ. ശരിക്കും ഈ മൽക്ക എന്താണെന്ന് അറിയണം. എന്തിനാണ് ഇവര് തല തിരിച്ച് നിർത്തിയത്? 50-50 എങ്കിലും വേണമെന്ന് ഇത്രയും വാശി പിടിക്കാൻ കാരണം ഇവരുടെ ലക്ഷ്യം മൽക്കാ ബലി അർപ്പിക്കുക എന്നത് തന്നെയാണ്. എന്താണ് മൽക്ക? മൽക്കയുടെ, ഞാനത് പറയുമ്പോൾ ഒരു ക്രൈസ്തവനായിട്ട് അത് പറയുമ്പോൾ എനിക്കൊരു ചെറിയ നാണക്കേടുണ്ട് മൽക്കയെ പറ്റി ഞാൻ കൂടുതൽ പറയുമ്പോൾ. കാരണം ഇവർ പറയുന്നത് ഞാൻ പറയാം. മൽക്ക എന്ന് പറയുന്നത് യോഹന്നാൻ ശ്ലീഹ, അതായത് സുവിശേഷങ്ങൾ എഴുതിയ യോഹന്നാൻ, സ്നാപക യോഹന്നാൻ യേശു ക്രിസ്തുവിനെ മാമോദീസ മുക്കിയപ്പോൾ കയറി വന്നപ്പോൾ വെള്ളം, ആ ശരീരത്തിൽ നിന്ന് ഊറി വീണ വെള്ളം ഒരു കുപ്പിയിലാക്കി യോഹന്നാൻ ശ്ലീഹയ്ക്ക് കൊടുത്തു. യോഹന്നാൻ ശ്ലീഹ അത് 3 കൊല്ലം സൂക്ഷിച്ചുകൊണ്ട് നടന്നു. ഈ 3 കൊല്ലം സൂക്ഷിച്ചുകൊണ്ട് നടന്നിട്ട് യേശു ക്രിസ്തു പെസഹ വിരുന്നിന് അപ്പം മുറിച്ചു. ആ അപ്പം മുറിച്ചപ്പോൾ അന്ന് അവർ 13 പേരാണ്, യേശു ക്രിസ്തുവും 12 ശിഷ്യന്മാർ. അപ്പൊ 13 മുറിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് യേശു ക്രിസ്തു 14 മുറിച്ചു. അപ്പോൾ ഒരു കഷണം ബാക്കി വരും. 14 മുറിക്കും. അതിൽ ഒരു കഷണം അഡീഷണൽ വന്ന ഒരു കഷണം തൻ്റെ പ്രിയ സ്നേഹിതനായി യോഹന്നാൻ ശ്ലീഹയ്ക്ക് കൊടുത്തു. അപ്പൊ യോഹന്നാൻ ശ്ലീഹയ്ക്ക് 2 അപ്പക്കഷണം കിട്ടി. ആ ഒരു അപ്പക്കഷണം അപ്പുറത്തെ പോക്കറ്റിലിട്ടു. യോഹന്നാൻ ശ്ലീഹയുടെ ഒരു പോക്കറ്റില് പഴയ പുളിച്ച വെള്ളം, ഇപ്പുറത്തെ പോക്കറ്റില് ഈ പെസഹ അപ്പം. ഇതുമായി നടക്കുമ്പോഴാണ് പിറ്റേ ദിവസം യേശു ക്രിസ്തു ദുഃഖ വെള്ളിയാഴ്ച കുരിശിലും മരിക്കുന്നു. അപ്പോ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ ഹൃദയത്തിൽ നിന്ന് രക്തവും വെള്ളവും വന്നു. ഈ രക്തവും വെള്ളവും മഞ്ഞ കണ്ടപ്പോൾ യോഹന്നാൻ ശ്ലീഹ ഈ പെസഹ അപ്പത്തില് ആ രക്തവും വെള്ളവും എടുത്തു, അത് പോക്കറ്റിലിട്ട് സൂക്ഷിച്ചു. പിന്നെ ഇവരെപ്പോഴും കുർബാന അർപ്പിക്കുമ്പോൾ ഈ പൊടിയും ഈ വെള്ളവും ചേർത്ത് ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമേ കുർബാന അർപ്പിച്ചാൽ അത് കുർബാനയാകുള്ളൂ. ഈ കൂട്ടിനാണ് ഇവര് ഇതൊക്കെ ഈ മൽക്ക ചേർത്തിട്ട് വേണം വിശുദ്ധ കുർബാന അർപ്പിക്കാൻ. അപ്പൊ ഇതൊരു കൂടോത്രം പോലെ ആവില്ലേ? കൂടോത്രം തന്നെയല്ലേ, മുട്ടയിൽ കൂടോത്രം ചെയ്യണൊക്കെ നമ്മൾ ഈ സിനിമയിൽ കാണില്ലേ? അതുപോലത്തെ ഒരു പരിപാടിയായി ഇത് മാറില്ലേ? ഇതൊക്കെ ആളുകളോട് പറഞ്ഞ നമുക്ക് തന്നെ പറയാൻ നാണക്കേടാണ്. കാരണം എന്താണ്? ക്രൈസ്തവരുടെ ഇടയിൽ പോലും നമ്മളൊരു സോറി ഫിഗറാകും.
നമുക്ക് നാണമാനില്ല. ഞാൻ ഇടപെടണം, സമയക്കുറവുണ്ട്. അപ്പൊ ഇത് വളരെ ക്ലിയർ ആണ്. ഇത് എനിക്കും വളരെ കൗതുകരമാണ്. ചേച്ചി കേട്ടിട്ടുണ്ട് ഇത് എവിടെയെങ്കിലും ഈ സംഭവം? ഇങ്ങനെ ഞാനും ജോർജിന്റെ അടുത്ത് തന്നെ കേട്ട സംഭവമാണ്. പക്ഷെ ഇത്രയും അതെ ആണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ആളുകൾക്ക് ഇതൊന്നും അറിയില്ല. ആളുകൾ ഇങ്ങനെ ഇഗ്നറൻസിൽ പോവുക. ഇപ്പൊ ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ നമ്മൾക്ക് ഏത് കാര്യത്തിനും ഒരു റീസണോ മൾട്ടി നമ്പർ ഓഫ് റീസൺസോ ഉണ്ടാവാം. അപ്പോൾ ഈ റീസൺസ് ഏതൊക്കെയാണ് സിഗ്നിഫിക്കൻറ്റ് എന്ന് നമുക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ പ്രോബ്ലത്തിൻ്റെ കാരണം കണ്ടുപിടിച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്ന് പറയണത് പോലെ ഇപ്പോൾ ഈ സിറോ മലബാർ സഭയിൽ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധികൾക്ക് ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇവിടെ അനുസരണം എന്ന് ചേച്ചി പറയണ്ട, ചേച്ചിയുടെ ഡയസിസിലെ ആളുകൾ പറയുന്നു, ഞാൻ ഒരുപാട് കേൾക്കുന്നുണ്ട്. എന്തിനാണ് ഈ അനുസരണം എന്നുള്ളത് മനസ്സിലാക്കാതെ 16-ാം നൂറ്റാണ്ടിലെ അനുസരണം നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ നേരത്തെ ഒരു ടോക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാരണങ്ങൾ. അത് സമയക്കുറവുകൊണ്ട് അതിലേക്ക് റെഫർ ചെയ്യുന്നില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കർട്ടൻ, അതുപോലെ തന്നെ ആഷ് വെനസ്ഡേ മാറ്റി ആഷ് മൺഡേ, ഇങ്ങനെ ഓരോന്നിനും വിഷറി മണി. നമുക്കറിയാം ഈ വിശുദ്ധ ബലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വേർഡ്സ് ഓഫ് കോൺസെക്രേഷൻ. അതിൽ കൂദാശ വചനങ്ങൾ ഉച്ചരിക്കുമ്പോഴാണ് ഒരു അച്ഛൻ എത്ര പാപിയാണെങ്കിലും അച്ഛൻ ആ വചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ അത് സത്താമാറ്റം നടന്ന് ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ നടക്കും എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. ആ സമയത്ത് നമ്മൾ മുട്ടുകുത്തി എന്ന് കുമ്പിടുന്നു, മണി ബെല്ലടിക്കുന്നു, ഇതൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. പക്ഷേ ഇവരുടെ ഡയസിസിൽ ആ സമയത്തൊന്നും ഇല്ല. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വിശ്വാസപരമായ കാര്യങ്ങളിൽ വളരെയധികം അബറേഷൻസ് വരുന്ന ഒരു രീതി, ഇതൊന്നും ഈ സിനഡ് അഡ്രസ് ചെയ്യാത്തത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവാത്തത്. അതിന് പകരം സിനഡ് ഈ പോപ്പ് അപ്രൂവ് ചെയ്ത് ഇങ്ങോട്ട് വിട്ട ടെസ്റ്റ് അതിനകത്ത് കുത്തിക്കയറ്റിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞേക്കണമെന്ന്. ഈ കിഴക്കെന്ന് പറഞ്ഞൊരു സാധനമില്ല എൻ്റെ മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. അതെല്ലാം ഇമാജിനറിയാണ്. കിഴക്ക് വടക്ക് തെക്കെന്നൊക്കെ പറയാൻ നമ്മളുടെ ഒരു ഇതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇവര് ഭിത്തിയിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരു ഗോളം, ഒരു സ്പേസ് ചുറ്റുമ്പോ ആ റൗണ്ടിന്റെ അല്ലെങ്കിൽ ആ എലിപ്റ്റിക്കൽ പാത്തിന്റെ എല്ലാ റേഡിയസും ഇന്ന് കിഴക്കായിരിക്കുന്നത് 15 ദിവസം കഴിയുമ്പോൾ പടിഞ്ഞാറാവും. ഞാനൊരു അച്ഛനോട് ചോദിച്ചേ, അച്ഛൻ ഇതെന്റെ ശരീരമാകുന്നു എന്നും പറഞ്ഞ് നിങ്ങൾ ഉയർത്തുമ്പോൾ നിങ്ങളുടെ മുഖത്തോട്ടല്ല ഞങ്ങൾ നോക്കുന്നത്, ഞങ്ങൾ ആ ഉയർത്തിപ്പിടിക്കുന്ന ജീസസിന്റെ നേരെയാ. നിങ്ങൾ പുറം തിരിഞ്ഞ് ഇങ്ങനെ നിന്ന് കാണിക്കുമ്പോൾ അന്നേരം അച്ഛൻ പറഞ്ഞു അത് പൊക്കി ഉയർത്തിപ്പിടിക്കുന്നില്ലേ? ആരും ഉയർത്തിപ്പിടിക്കുന്നു? വളരെ രഹസ്യമായിട്ട് ഒളിച്ചു. ലക്ഷ്യം എന്താണെന്ന് വെച്ചാല് ഈ സത്ത മാറ്റം നടക്കുന്ന നമ്മുടെ കുർബാനയിലെ വചനങ്ങളുണ്ടല്ലോ, അത് ഇവർക്ക് മാറ്റണം. ഇത് വേണ്ട, മൽക്കാബലി അർപ്പിക്കുന്ന ഈ സാധനം വേണ്ട. കാരണം അത് കൂടോത്രമാണ്. അതിന് ട്രാൻസ്സബ്സ്റ്റാൻസിയേഷന്റെ ആവശ്യമില്ല, സത്താമാറ്റത്തിന്റെ ആവശ്യമില്ല, കൂദാശ വചനങ്ങൾ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവര് ബുദ്ധിപൂർവ്വം ഇത് തിരിഞ്ഞു നിൽക്കുക. അത് ഈ സക്കറാരി സൈഡിലേക്ക് മാറ്റുന്ന പരിപാടിയാണ്. മൽക്ക എന്ന് പറഞ്ഞ പുളിപ്പാണ്. പുളിപ്പുള്ള ഒരു സാധനം സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അപ്പൊ സക്കറാരി ആവശ്യമില്ല. അപ്പൊ ഇവര് സക്കറാരി പതുക്കെ സൈഡിലേക്ക് കളയുവാണ്. അതുപോലെ തന്നെയാണ് ഇവര് ഇതും ചെയ്തുകൊണ്ടിരിക്കണേ. എന്ത് ചെയ്തുകൊണ്ടിരിക്കണേ? തിരിഞ്ഞു നിന്നിട്ട് പതുക്കെ ഈ കൂദാശ വചനങ്ങൾ എടുത്തു കളയും. അത് പതുക്കെ ചെല്ലും. അതും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം 1986 ടെസ്റ്റില്, അതിന് മുമ്പത്തെ ടെസ്റ്റ് എത്ര നല്ല പ്രാർത്ഥനകൾ, ആബേലച്ചന്റെ നല്ല നല്ല പാട്ടുകൾ ഇതെല്ലാം കളഞ്ഞിട്ട് ഒരുമാതിരി പാട്ടുകൾ, ഒരുമാതിരി ട്യൂണിലെ പാട്ടുകളാക്കിയിട്ട് അതന്നെ ഫ്യൂനറലിന്റെ പടലി മരിച്ചു വീട്ടിൽ പാടുന്ന പാട്ടുകളാണ് രീതിയിലാണ് ഇവർ ചെല്ലുന്നത്. അത് ഈ കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച ഒരു കുരിശിനെ കൊണ്ട് അടക്കുന്നത് വിനാഗിരി തേച്ചിട്ട് ഒരു കുരിശിനെ അടക്കുന്നത് കണ്ടായിരുന്നല്ലോ ചങ്ങനാശ്ശേരി. കുരിശിനെ അടക്കുന്ന അല്ല, അങ്ങനെയുള്ള കാര്യങ്ങള് അത് ഞാൻ പറയാൻ വന്ന പോയിന്റ് അതല്ല. അപ്പൊ അന്ന് ഈ 86 റിവിഷനിൽ ഇങ്ങേര് എഴുതി വെച്ചു. ഒരു അച്ഛന്റെ പേര് പറയാനായേക്കാം, പുള്ളിയാണ് മണ്ണൂരാൻ പറഞ്ഞ പുള്ളി എഴുതിയെന്നാ പറഞ്ഞു. സ്വർഗസ്ഥനായ പിതാ, അവർ ഫാദർ ഇൻ ഹെവൻ എന്നുള്ളത് കർത്താവ് നേരിട്ട് പഠിപ്പിച്ച ഒരേ ഒരു പ്രാർത്ഥന. അതുവരെ വികലമാക്കിയിട്ട് നമ്മൾ സാധാരണ നമ്മുടെ ബേസിക് പ്രേയേഴ്സിൽ ചെല്ലുന്ന വാക്കുകളിൽ നിന്ന് വ്യത്യസ്തമാക്കി. അവിടെ എല്ലാം ഇവരുടെ ലോജിക്ക് എന്താണ്? ഡിസ്റ്റിങ്റ്റീവ്നെസ് ഫ്രം ലാറ്റിൻ ചർച്ച്. മേജർ ലാറ്റിൻ ചർച്ചിൽ നിന്ന് ഡിസ്റ്റിങ്റ്റീവ്നെസ് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ കൊണ്ടുവരിക. പാവം പിടിച്ച ജനം ഇതൊന്നും അറിയില്ല. അപ്പൊ ഞാൻ ആദ്യം തുടക്കത്തിലെ പറഞ്ഞ പോലെ നമ്മുടെ വിശ്വാസികൾക്ക് ഒന്നും അറിയില്ല. ഒരു കാര്യം കൂടെ പറയട്ടെ. പിന്നെ നിങ്ങളുടെ പേരിലുള്ള വലിയൊരു തെറ്റുണ്ട്.
എന്ത് ചോദിച്ചാൽ നിങ്ങൾ റിലേ കുർബാന ചെല്ലി അതിൻ്റെ ഞാൻ പറയണ തീർക്കണം. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിലേ കുർബാന എന്ന് പറയുന്നത് എല്ലാ പള്ളികളിലും ചെല്ലുന്നതാണ്. പ്രധാനപ്പെട്ട കുറവലങ്ങാട് പള്ളിയിൽ പ്രത്യേകിച്ച് തിരുനാൾ ദിവസങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ 5 മണിക്ക് കുർബാന തുടങ്ങും. 5 മണി മുതൽ രാത്രി 8 മണി വരെ കുർബാന ചെല്ലുന്നതാ. അപ്പൊ ഒരു പ്രത്യേകത അങ്ങനെ ചെല്ലുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു വൈദികൻ കുറെ സ്ത്രീകളുമായിട്ട് പോലീസുകാരുമായിട്ട് ഒരു പള്ളി, ഞാനിത് പറയാൻ കാരണം ഞാൻ എൻ്റെ വിവാഹത്തിന് ശേഷം ആദ്യം കുർബാന കണ്ട പള്ളിയാണ് സെന്റ് മേരീസ് ബസിലിക്ക. അത്രയും നല്ലൊരു പള്ളി അന്നില്ലായിരുന്നു കേട്ടോ. അത് പറയേണ്ട ഒരു കാര്യം. ഈ സിനഡ് എന്തെങ്കിലും അവർക്കെതിരെ അതാണ് അതിലേക്ക് ഞാൻ പറഞ്ഞത്. അവർക്കെതിരെ ഒന്നും എടുക്കണ്ട, പക്ഷെ അത് അപലപിക്കാൻ പോലുള്ള ഒരു മാന്യത കാണിക്കാത്ത ഒരു സിനഡ് അവരുടെ കാല് മേജർ ആർച്ച് ബിഷപ്പ് പിറ്റേ വർഷം കഴിയുക പെസവാഴ്ച. എന്താ കാണിക്കുന്നത്? അപ്പൊ ഇത്രയും അധപ്പതിക്കുന്ന രീതിന വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ മൈനർ സെമിനാരി അടച്ചു വെച്ചിരിക്കുക. ഈ കുട്ടികൾ, എൻ്റെ പാരിഷിൽ 3 കുട്ടികൾ അവിടെ മൈനർ സെമിനാരിയിലുണ്ട്. അപ്പൊ അവരെല്ലാം they are not getting trained അല്ലേ? അവർ ആ രീതിയിൽ ഒരു ട്രെയിനിങ് കിട്ടില്ല. അവർ വീട്ടിലിരുന്ന് വിർച്വലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. അതുപോലെ തന്നെ ഡീക്കൻസിന് ഓർഡിനേഷൻ ഡിനേ ചെയ്തിരിക്കുന്നു. ഇത് ചെല്ലണമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്താലേ ചെയ്യുള്ളൂ. ഇത്രയൊക്കെ ഇങ്ങനെ കാണിക്കാൻ മാത്രം എന്താണുള്ളത്? ഇവര് അച്ചടക്കം എന്ന് പറഞ്ഞിട്ട് അച്ചടക്കത്തിന്റെ വാളെടുത്ത് വീശി കുറെ തലകളില്ലാതെയായി. അബദ്ധങ്ങളോടാണോ ഇവരിനി സംസാരിക്കാൻ പോകുന്നത്? അബദ്ധങ്ങളാണോ ഇവർക്ക് ആവശ്യം? അച്ചടക്കത്തെ പറ്റി ജോർജ് പറഞ്ഞപ്പോ എനിക്കൊരു ഈ അച്ചടക്കം ഉണ്ടായിരുന്നെങ്കിൽ ഈ മേജർ ആർച്ച് ബിഷപ്പ് ഈ സംഗതി ചെയ്യുമായിരുന്നു. ലാൻഡ് സ്കാം അത് തന്നെയല്ലേ ഏറ്റവും വലിയ ഇൻഡിസിപ്ലിൻ. അതൊരു കറപ്റ്റ് ഡീലല്ലേ, മർക്കി ഡീലല്ലേ. ഏതെങ്കിലും ഒരു സ്ഥാപനം, ഗവൺമെന്റോ സെമി ഗവൺമെന്റോ പ്രൈവറ്റ് സെക്ടറോ, എവിടെയെങ്കിലും ഇതുപോലെ ഒരു ഇത് നടന്നിട്ടുണ്ടെങ്കിൽ ആ നടത്തിയ ആള് അവിടെ ഇരിക്കുമോ? ഇല്ല. ഇത് ഇത്ര കൂളായിട്ട് ഇദ്ദേഹത്തെ വലിയ സംഭവമായിട്ട് ആളുകൾ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് കുറെ പേര് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഒരു പരിധി വരെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ളവരെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു 10, 70, 75 വയസ്സ് കഴിഞ്ഞവരെ സംബന്ധിച്ചൊക്കെ ഈ പള്ളികൾ പൂട്ടിയിടുക എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും അവരുടെ മനസ്സിൽ കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആത്മാവിന്റെ വിശുദ്ധീകരണമെന്നാണ് അവർ ചിന്തിക്കുന്നത്. ഞാൻ പറയണതേ, ഇപ്പൊ എന്റെ ഫാദർ പ്രായമായി കഴിഞ്ഞു എല്ലാ ദിവസവും അപ്പന് ഇഷ്ടമുള്ള സമയത്ത്, കാരണം കാലത്ത് എഴുന്നേറ്റ് പള്ളി പോകാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ പ്രായം. അപ്പൊ എപ്പോഴെങ്കിലും പോയി ആ പള്ളി പോയി നിന്ന് പ്രാർത്ഥിക്കും. ഇപ്പൊ പാലായിലും ചങ്ങനാശ്ശേരിയിലുള്ള പള്ളികളൊക്കെ പൂട്ടുവാണ്. അതായത് ഞാനൊരു പള്ളി ചെന്നിട്ട് കാണാലോ, കുർബാന കഴിയുമ്പോൾ നമുക്ക് ഈ പള്ളി ഒന്ന് കാണാൻ ആദ്യമായിട്ട് പറഞ്ഞ പള്ളിയാണ്, അപ്പൊ അവിടെ ഇരുന്ന് 5 മിനിറ്റ് പ്രാർത്ഥിക്കാം എന്ന് കരുതിയ പോലും പുറത്താക്കി നമ്മളെ വാതിലെടുക്കും. ഒരു വാതിൽ പോലും തുറന്നിടില്ല. അല്ല, ഇതിനകത്ത് വേറെ കാര്യം, ഈ ലിറ്റർജി സംബന്ധമായ അനുസരിക്കൽ ഇവർ പറയുമ്പോൾ അതിന്റെ മറുവശം എന്താണ്? 3 കാര്യങ്ങളിൽ ഒരു വയലേഷൻ നടത്തി. 1, വിർച്വൽ സിനഡിലാണ് ഇത് തീരുമാനമെടുത്തത്. 1. 2, 2001 പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫിസിക്കൽ മീറ്റിംഗിൽ വേണം തീരുമാനിക്കുക എന്നുള്ളത് സിനഡൽ ഡോക്യുമെന്റ് തന്നെ. 2ാമത്തെ കാര്യം, ഇതല്ല യുനാനിമസ് അല്ല, കുറേ ബിഷപ്പ്മാർ അന്ന് ഡിസെൻഡിങ് വോയിസ് പറഞ്ഞതാണ്. പിന്നെ 3ാമത്തെ കാര്യം, ഇവരിവിടെ ഈ ഇതിൻ്റെ 50:50 എന്നും പറഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞേക്കണം. ഓർത്തഡോക്സ് ചക്കവിറ്റാർ അങ്ങനെ ചെയ്യുന്നത്, അങ്ങോട്ട് തിരിഞ്ഞേക്കണം. അവരെ പോലെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് സിനഡിൽ ഇതിനകത്ത് ടെസ്റ്റിൽ കറക്ഷൻ നടത്തുന്നു. ഈ 3 വയലേഷൻസ് ഇവർ നടത്തി. ഇതൊക്കെ ഡിസിപ്ലിന്റെ ഭാഗമല്ലേ? എനിക്കതാ മനസ്സിലാവുന്നത്. ഞാൻ പറയുന്നത് ഇപ്പോൾ ലാൻഡ് ഡീലിന്റെ കാര്യത്തിൽ ചെയ്യാവുന്നത് സിനഡ് ആ ദേവികുളത്തെയും കോതമംഗലത്തെയും സ്ഥലം ഏറ്റെടുക്കും. എറണാകുളത്തിന് നഷ്ടം വന്ന പണം മുഴുവനായിട്ട് പലിശ ഉൾപ്പെടെ നൽകുക. സിനഡ് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. 2, 50-50 ജനാഭിമുഖ കുർബാന ഒരു ആരാധനക്രമമായിട്ട് അംഗീകരിക്കണം. അപ്പൊ 2 ആരാധനക്രമം ഉണ്ടാവും. ഇത് ഈ കൽദായ പാത്രിയാർക്കൽ സഭയുണ്ട്. ആ കൽദായ കത്തോലിക്ക പാത്രിയാർക്കൽ സഭയിൽ 2 ആരാധനക്രമമുണ്ട്. അതിനകത്ത് ഒരു ആരാധനക്രമം അവർ പൂർണ്ണ അൾത്താരായ അഭിമുഖ കുർബാനയും, ഒരെണ്ണം ജനാഭിമുഖ കുർബാനയാണ്. അവിടെ നടക്കുന്നത് മുഴുവൻ ജനാഭിമുഖ കുർബാനയാണ്. ആവശ്യമുള്ള ഏതെങ്കിലും ഒരു ഫംഗ്ഷന് അവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അവർ ചൊല്ലിക്കോട്ടെ. ജനങ്ങൾക്ക് വേണ്ടി ഇവരെ അർപ്പിക്കുമ്പോൾ ജനാഭിമുഖ കുർബാന അർപ്പിക്കണം. അത് എല്ലാ രൂപതകളിലും നടക്കട്ടെ. ജനങ്ങള് ക്രൈസ്തവ വിശ്വാസത്തിൽ വളരട്ടെ. ജീവനുള്ള അപ്പത്തെ കണ്ടിട്ട് അവർ ആരാധിക്കട്ടെ. അത് ജീവനുള്ള അപ്പമാണെന്ന് അവരെ വിശ്വസിപ്പിക്കാനുള്ള ഉത്തരവാദിത്വമാണ് മെത്രാന്മാരും അച്ഛന്മാരും ഏറ്റെടുക്കേണ്ടത്. അതെ, അത് വളരെ ശരി. അത് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ സമയക്കുറവുള്ളതുകൊണ്ട് ഈ പറയുന്ന കാര്യത്തിൽ ജോർജ് നേരത്തെ പറഞ്ഞ ധാർമ്മികതയുടെ പ്രശ്നമാണ് ഇവിടെയുള്ളത്. ധാർമ്മികത ഇല്ലാതെ
നമ്മൾ ബലിയർപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ ഇവിടെ സംഭവിച്ച ധാർമ്മിക അപജയമാണ്. ലോകത്തിന്റെ തന്നെ ഒരു ധാർമ്മിക ശക്തിയായിട്ട്, മോറൽ ഫോഴ്സ് ആയിട്ടാണ് കത്തോലിക്ക സഭേനെ നമ്മൾ കാണുന്നത്, ലോകം മൊത്തം കാണുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളിവിടെ ധാർമ്മിക അപജയം. പിന്നെ വേറെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ ബലിയല്ല, കരുണയാണ് കരുണയാണ് ആഗ്രഹിക്കുന്നതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്ന് വെച്ച് ബലി അർപ്പിക്കേണ്ടതല്ല, ബലി അർപ്പിക്കുക തന്നെ വേണം. പക്ഷെ അതിന് ഒരു നമ്മൾ തന്നെ നമ്മൾ എലിജിബിൾ ആക്കണം. എങ്ങനെയാണ്? കർത്താവ് ബലി അർപ്പിക്കാനായിട്ട് ബലി സ്ഥാപിക്കുന്നതിന് മുമ്പ് കാല് കഴുകി അതിനുശേഷം അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് ചെയ്യുന്നത്. നമ്മൾ ലവ് വൺ അതർ എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലെങ്കിൽ, കാല് കഴുകുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സഹോദരന്റെ കാല് കഴുകും. പെസവാഴ്ച ഹോട്ടലിൽ നിന്ന് ഓർഡൈൻഡ് പ്രീസ്റ്റ് ചെയ്യണ കാല് കഴുകലല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അങ്ങനെ ഒരു സംഭവം ചെയ്യണം. ഇതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഈ ധാർമ്മികത നഷ്ടപ്പെടുന്ന ഏതെങ്കിലും സന്ദർഭം നമ്മുടെ വ്യക്തി ജീവിതത്തിലോ സഭയിലോ ഉണ്ടായാൽ അർപ്പിക്കപ്പെടുന്ന ബലികളൊന്നും നടക്കില്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ, വേറെ ഒന്നുമല്ല. പല ആളുകളും ചോദിക്കണം, എന്നാൽ പിന്നെ പോപ്പ് എന്താ ആക്ട് ചെയ്യാത്തത്? ഈ മേജർ ആർച്ച് ബിഷപ്പിന്റെ, ഈ പഴയ മേജർ ആർച്ച് ബിഷപ്പിന്റെ ഇതെല്ലാം പുറത്ത് വന്ന് കുറേ നാളുകൾ അദ്ദേഹം ആ സ്ഥാനത്ത് തന്നെ തുടർന്നു. എന്തുകൊണ്ടാണ് പോപ്പ് ഡയറക്റ്റ് ആക്ട് ചെയ്യാത്തത്? ലാറ്റിൻ ചർച്ചിൽ ഇതിന്റെ പകുതി പോലുള്ള ഫൈനാൻഷ്യൽ ഇറഗുലാരിറ്റീസ് പോപ്പ് വളരെ ശക്തമായിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇത് ഓട്ടോണമി കൊടുത്തിട്ടുള്ള ഒരു ചർച്ച് ആയതുകൊണ്ട് പോപ്പ് ഡയറക്റ്റ് ആക്ട് ചെയ്യാത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഇവരെല്ലാം കൂടി പോയപ്പോഴും പോപ്പ് പറഞ്ഞു വിട്ടതാണ്, യു ആർ റണ്ണിങ് ആൻ ഓട്ടോണമി, റണ്ണിങ് എ ചർച്ച് വിത്ത് ഓട്ടോണമി, സോ യു ഹാവ് ടു സെറ്റിൽ അമംഗ് യുവർസെൽസ് എന്ന് പറഞ്ഞാണ് പോപ്പ് പറഞ്ഞു വിട്ടത്. അത് എന്നിട്ട് പോലും എയർപോർട്ടിൽ വിളിച്ച് ഒരു നൂൻഷ്യോ അംബാസഡർ, വേറൊരു രാജ്യത്തിന്റെ അംബാസഡർ വന്ന് നമ്മുടെ ഇന്ത്യൻ സിറ്റിസനെ എയർപോർട്ടിൽ വിളിച്ചു വരുത്തി റെസിഗ്നേഷൻ എഴുതി മേടിച്ച്, അതിൽ തന്നെ വളരെ വ്യക്തമല്ലേ കാര്യങ്ങൾ അല്ലേ? അപ്പൊ നമുക്ക് ഈ ധാർമ്മികത നഷ്ടപ്പെടാത്ത ഒരു കത്തോലിക്ക ജീവിതത്തിന് വേണ്ടി നമുക്ക് അങ്ങനെ ഒരു ബലിയർപ്പണത്തിന് വേണ്ടി നമുക്ക് ശ്രമിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, തീർച്ചയായിട്ടും ആഗ്രഹിക്കാം. അപ്പോൾ നമ്മുടെ ഡിസ്കഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ്. ഞാനും പറയാം, നിങ്ങളൊരു നവോത്ഥാനത്തിന്റെ പാതയിലാണ്, നിങ്ങളുടെ പ്രവൃത്തികൾ തുടർന്നു കൊണ്ടുപോവുക. തീർച്ചയായിട്ടും ഒരു പക്ഷെ നിങ്ങളിൽ നിന്നായിരിക്കും കത്തോലിക്ക സഭയ്ക്ക് ഒരു പുനരുത്ഥാനം ഉണ്ടാകുന്നത്. നഷ്ടപ്പെട്ടാൽ നമ്മുടെ സഭ പുതിയ ജനറേഷൻ ഏറ്റെടുക്കില്ല. പുതിയ ജനറേഷനിലേക്ക് ഇത് നമുക്ക് നമ്മുടെ പാരമ്പര്യങ്ങൾ പകർന്നു കൊടുക്കാനാവില്ല. കാരണം അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണേണ്ടത്. അത് കാണുന്നില്ല. ചേച്ചി പറഞ്ഞ പോലെ നമ്മുടെ ആളുകള്, യങ്ങർ ജനറേഷൻ വളരെ ഐക്യു കൂടുതലുള്ളവരാ. അവര് തീർച്ചയായിട്ടും സഭയോടൊപ്പം നിൽക്കും, ഒരിക്കലും ഡിവേറ്റ് ചെയ്യില്ല, പ്രൊവൈഡഡ് നമ്മൾ ക്രിസ്തുവിന്റെ ദർശനങ്ങളിൽ നിന്ന് മാറാതിരുന്നാൽ. ഞാനും ഇവിടെ ഇരിക്കുന്ന ജോർജും മോളിച്ചേച്ചും എല്ലാം അങ്ങനെ ജീവിക്കേണ്ടവരാണ് അടുത്ത ജനറേഷൻസിന്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ കാട്ടിക്കൂട്ടലുകളെല്ലാം വെറുതെ ഒരു വൃദ്ധാവിനുള്ള എക്സസൈസ് ഇൻ ഫ്യൂട്ടിലിറ്റി എന്ന് പറയേണ്ടി വരും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? വേറൊന്നും ആഡ് ചെയ്യാനില്ലല്ലോ. ഓക്കെ.